വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം ഇപ്പോൾ വായിക്കുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം ഇവിടെ വായിക്കുന്നു. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് അവൻ കിടക്കുന്ന, അവിടെ തുടങ്ങണം, അവൻ കിടക്കുന്ന യേശു കണ്ടു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. Yes. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. മതി, ഒരു നിമിഷം കണ്ണു കിടക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, രാത്രിയുടെ നിശബ്ദതയ്ക്കായി ഞങ്ങൾ വാഴ്ത്തുന്നു. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ വാഴ്ത്തുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി ഞങ്ങളുടെ ആത്മാവ് ഈ ദേശത്തോടും ഇവിടെ വന്ന ദൈവജനത്തോടും ഇടപെട്ടുകൊണ്ടിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിലും ദൈവം സംസാരിക്കണം. ഈ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് മാത്രമല്ല, വിദൂരതയിലിരുന്ന്, ഭവനാന്തർഭാഗത്തിരുന്ന്, വഴിവക്കിൽ നിന്ന്, വീട് മുറ്റത്തിരുന്ന് ആരെങ്കിലുമൊക്കെ വചനം കേൾക്കുന്നെങ്കിൽ അവരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ജനം വിടുവിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തികളെയും നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. രാത്രി ഞങ്ങളുടെ കരം ഞങ്ങളെ തൊടുവാൻ പോകിയാൽ സ്തോത്രം. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചിരിക്കാലെന്ന് സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോട് സ്തോത്രം ചെയ്യാം. എല്ലാവരും ആ കൈയൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ചേ, ഒന്ന് കരമൊന്നടിച്ചേ ശക്തിയോടെ. ഓക്കെ, ഇത് രാത്രിയിലത്തെ എൻ്റെ പ്രഭാഷണം ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ മാത്രം ഉദ്ദേശിച്ചല്ല, പുറത്ത് നമ്മളെ കേൾക്കുന്നവരെ കൂടെ ഉദ്ദേശിച്ചാണ്. ഞാൻ കൂടെ പറയാറുണ്ട്, വീട്ടുകാരോട് കാര്യം പറയാൻ വീടിൻ്റെ മുറ്റത്തിറങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. വീട്ടുകാരോടൊരു കാര്യം പറയാൻ മൈക്ക് വെച്ച് കെട്ടേണ്ട കാര്യമില്ല. മൈക്ക് വെച്ച് കെട്ടുന്നെങ്കിൽ, വീടിൻ്റെ മുറ്റത്തിറങ്ങി നിൽക്കുന്നെങ്കിൽ അത് നാട്ടുകാരോട് പറയാനാണ്. അതുമാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ലോകം മുഴുവൻ വാർത്തയാണ്. ഏഷ്യയിൽ ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രസിഡന്റോ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ഏഷ്യ മുഴുവൻ വാർത്തയാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ കറിക്കാട്ടൂരിൽ ഒരു പാവി മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ വാർത്തയാണ്. ഈ കൺവെൻഷൻ പലയിടത്തും വാർത്തയായി കാണും, ഒരുപക്ഷെ എങ്ങും വാർത്തയായി കാണില്ലായിരിക്കാം. എന്നാൽ ഈ കൺവെൻഷൻ സ്വർഗത്തിൽ വാർത്തയാകണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അവരൊന്നുകൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കും. നാം വായിച്ചത് ഇങ്ങനെയാണ്: അവൻ കിടക്കുന്നത് യേശു കണ്ടു, നേറിയ കാലമായിരിക്കുന്നറിഞ്ഞു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ചെയ്ത അതിമഹത്തായ ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു എവിടെ വന്നാലും അവിടെ അത്ഭുതം നടക്കും. ഇന്ന് രാത്രി കർത്താവ് ഇവിടെ വന്നിട്ടുള്ളതിനാൽ ഇവിടെ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. കർത്താവായ യേശു ചെയ്ത അത്ഭുതങ്ങളെക്കാൾ വലുത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിലടങ്ങിയിരുന്ന അടയാളമായിരുന്നു. യേശു കർത്താവ് കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം അവൻ്റെ നോട്ടത്തിൽ പോലും പരിവർത്തനത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു എന്നായിരുന്നെങ്കിൽ, മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ ഒറ്റ വാക്കാൽ യേശു തിരികെ വിളിച്ചപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം മരണത്തിൻ്റെയും പാതാളത്തിനും താക്കോൽ യേശുവിൻ്റെ കൈവശമുണ്ടെന്നായിരുന്നു. യേശു കർത്താവ് കാറ്റിനെയും കടലിനെയും ശബ്ദമാക്കിയപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം ഈ പ്രകൃതി ശക്തികൾ അവൻ്റെ ചൊൽപ്പിടിക്ക് നിൽക്കുന്നു എന്നായിരുന്നെങ്കിൽ, 38 വർഷമായി ബെഥസ്ദാ കുളക്കടവിൽ നിന്ന് രോഗിയെ ഒറ്റ വാക്കിൽ യേശു സൗഖ്യമാക്കിയപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം നിന്റെ പഴകിയ പാപവും നിന്റെ പഴകിയ രോഗവും യേശുവിന് വിഷയമല്ല. വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നായി. പോരാ, ശക്തി പോരാ നിങ്ങളുടെ സ്തോത്രത്തിൽ. ഞാനും ഷാരോനും കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നില്ലേ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. എന്തോ പവറാണ് ആരാധനയ്ക്ക്. ഓരോ വാക്കും കൊണ്ട് പോകുമ്പോൾ ശക്തി വ്യാപരിക്കുകയാണ്. വേദവസ ഒരു വാക്യമുണ്ട്: നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. എല്ലാവർക്കും ഒന്നും സ്തോത്രം പറയാൻ കഴിയില്ല. ബന്ധന വഴിയപ്പെട്ടവനെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. കേരളത്തിലെ യൂണിയൻ കൺവെൻഷനിൽ ഞാൻ വെല്ലുവിളിച്ച് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സ്തോത്രം പറയാമോ എന്ന്. ചിലർക്ക് സ്തോത്രം പറയണമെന്നുണ്ട്, കഴിയാറില്ല. കൈ പൊക്കണമെന്നുണ്ട്, കഴിയാറില്ല. കൈ അടിക്കണമെന്നുണ്ട്, കഴിയാറില്ല. എന്നാൽ ബന്ധന വഴിയപ്പെട്ടവന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. എല്ലാ അത്തരവും ചലിപ്പിച്ച് കൈകളൊന്നടിച്ച് വായം തുറന്ന് അല്പസമയം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, രോഗത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതലിന്റെ ദൈവജനം ഒരുമിച്ച് അല്പസമയം ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ.
യേശു കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു ഒറ്റ നോട്ടത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം, നിറവും ഗുണവും മണവുമില്ലാത്ത പച്ചവെള്ളത്തെ യേശു ഒറ്റ നോട്ടത്തിൽ നിറവും ഗുണവും മണവുമുള്ള വീഞ്ഞാക്കി മാറ്റി. നിറമില്ലാത്ത ഗുണമില്ലാത്തവനെ ഗുണമുള്ളവനാക്കി മാറ്റാൻ യേശുവിൻ്റെ ഒറ്റ നോട്ടത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ഒറ്റ വാക്കിനാൽ കാറ്റിനെയും കടലെയും ശാന്തമാക്കിയപ്പോൾ അതിലടങ്ങിയിരുന്ന അടയാളം, നിന്റെ ജീവിതം നയിക്കുന്നേരെ ദുഷ്ടപിശാചാഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ ഒറ്റ വാക്കിനാൽ ശാന്തമാക്കാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെന്നാണ്. ഹല്ലേലൂയ. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു എവിടെ ഉണ്ടെങ്കിലും അത്ഭുതം നടക്കും. ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്തവനെ, ആർക്കും രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തവനെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം രൂപാന്തരപ്പെടുത്തും. വളരെ മദ്യപാനിയായി നാട്ടുകാരുടെ എല്ലാം തല്ലും വാങ്ങി നാട്ടുകാരെയൊക്കെ തല്ലി ജീവിച്ചൊരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു. അവൻ വിശുദ്ധ ബൈബിളുമായി ഇങ്ങനെ യോഗത്തിനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ പഴയ ചില കൂട്ടുകാർ അവനെ തടഞ്ഞു നിർത്തി കളിയാക്കി ചോദിച്ചു, എടോ നിങ്ങളുടെ യേശു ഇപ്പോഴും പച്ചവെള്ളം വീഞ്ഞാക്കാറുണ്ടോ എന്ന്, ഒന്ന് കുടിക്കാനാന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് ഇപ്പം വെള്ളം വീഞ്ഞാക്കാറുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ യേശു ചാരായം കസേരയാക്കാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ഇച്ചിരി ഫീഡ്ബാക്ക് നല്ലല്ലോ വെക്കാൻ പറയാറേ. യേശു കള്ളും കഞ്ചാവും ഒക്കെ മേശയും കസേരയാക്കാറുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അവൻ പറഞ്ഞ അർത്ഥം, ഞങ്ങൾ യേശുവിനെ സേവിക്കും മുമ്പ് എൻ്റെ അധ്വാന ഫലം മുഴുവൻ ചാരായ ഷാപ്പിൽ പോവായിരുന്നു. യേശു ചാരായം ചോറാക്കി മാറ്റി. യേശു ബ്രാൻഡിയും ബിസ്കിയൊക്കെ കസേരയും മേശയാക്കി മാറ്റി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ലോകത്തിൽ ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്തൊരപ്പൻ നിനക്കുണ്ടോ? ഒരു മകൻ നിനക്കുണ്ടോ? ഒരു സഹോദരൻ നിനക്കുണ്ടോ? അവനെ രൂപാന്തരപ്പെടുത്തി പരിവർത്തനം ചെയ്ത് ഗുണമുള്ളവനാക്കി മാറ്റാൻ യേശുവിൻ്റെ സുവിശേഷത്തിന് കഴിയും. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഒരിക്കൽ സുവിശേഷകനെ ഒരു നിരീശ്വരവാദി വെല്ലുവിളിച്ചു. അയാൾ പറഞ്ഞു, ദൈവമില്ലെന്ന് ഞാൻ പ്രസംഗിക്കും, ദൈവമുണ്ടെന്ന് ഇയാൾ തെളിയിച്ച് പ്രസംഗിക്കണം. ദൈവദാസൻ ക്ഷണം സ്വീകരിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു, ഞാൻ ദൈവമുണ്ടെന്ന് പ്രസംഗിക്കും, നീ ദൈവമില്ലെന്ന് പ്രസംഗിച്ചു. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അത് നിന്റെ നിരീശ്വരവാദം കൊണ്ട്, യുക്തിവാദം കൊണ്ട് മദ്യപാനം ഉപേക്ഷിച്ച, പുകവലി നിർത്തിയ, തെറിവിളിക്കുന്നത് നിർത്തിയ, ഭാര്യയുടെ മുടുക്കത്തിന് പിടിച്ച് നടുവിനിടിക്കുന്നത് നിർത്തിയ ഒരാളെയും കൊണ്ട് വരണം. പ്രൈസ് ലോർഡ്. എന്നാൽ ഞാൻ സുവിശേഷം കൊണ്ട് രൂപാന്തരം പ്രാപിച്ച 10 പേരെ കൊണ്ടുവരാം. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലല്ലോ. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? യുക്തിവാദം കൊണ്ട്, നിരീശ്വരവാദം കൊണ്ട്, ഏതെങ്കിലും വിസം കൊണ്ട് ഞാൻ മദ്യപാനം നിർത്തി, ചീത്ത പറയാൻ നിർത്തി, അതിരുമാന്തം നിർത്തി, തല്ലുന്ന നിർത്തി എന്ന് പറയാൻ ആരുമില്ല. എന്നാൽ ഈ സുവിശേഷത്താൽ പരിവർത്തനം വന്ന ആയിരങ്ങളെ അണിനിരത്താൻ ഞങ്ങൾ കഴിയും. സുവിശേഷം ദൂഷകനെ സുഭാഷകനാക്കി മാറ്റുന്നു, ഉപദ്രവിയെ ശാന്തനാക്കി മാറ്റുന്നു, ദ്രോഹിയെ മനുഷ്യസ്നേഹിയാക്കി മാറ്റുന്നു. ഇന്നും സുവിശേഷം പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്തവനെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം രൂപാന്തരപ്പെടുത്തുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം മദ്രാസിലെ മോൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട റിനി ജോർജ്. അതിൻ്റെ സാക്ഷ്യം ഈ അടുത്ത കാലത്ത് യൂട്യൂബിലൊക്കെ കാണാം. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ 5 പേരെ, കിപ്പല്ലാ ദാനിയേൽ ഉൾപ്പെടെ ഡ്രഗ് അഡിക്റ്റഡായി മാറി, കഞ്ചാവിനും കറപ്പിനുമൊക്കെ അടിമയായി മാറി. കഞ്ചാവ് അടിക്കാൻ കാശില്ലാതെ വന്നപ്പോൾ തിരുവല്ലായിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാവനെ, അമ്മാവനെ, അങ്കിളിനെ, ആൻറ്റിയെ വകവരുത്തി പണം അടിച്ചു മാറ്റാനായി വന്നു. അങ്ങനെ കൊന്നു. പിടിക്കപ്പെടൽ ചിന്തിച്ചു, പിടിക്കപ്പെട്ടു. സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ അവിടെ കിടന്നുകൊണ്ട് അവർ പദ്ധതികൾ പ്ലാൻ ചെയ്തു. എന്തായിരുന്നു പദ്ധതി എന്നറിയാമോ? ഓരോരുത്തരായി പരോളിൽ ഇറങ്ങുക,
എന്നിട്ട് ഏതെങ്കിലും ബാങ്ക് കൊള്ളയടിക്കുക, എന്നിട്ട് ഈ നാട്ടിൽ നിന്ന് മുങ്ങുക. കഴിഞ്ഞ ദിവസവും കണ്ടില്ലയോ ലക്ഷങ്ങൾ കൊള്ളയടിച്ച്. അങ്ങനെ ഓരോരുത്തരായി ഇറങ്ങി. അങ്ങനെ റെനി ജോർജും ഇറങ്ങി. അദ്ദേഹം ഒരു സ്ഥലത്തെ തിരുവല്ലയ്ക്കടുത്ത് ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ പാർക്ക് ചെയ്യാണ്, ഇരുളിൻ്റെ മറവിൽ. സന്ധ്യയാകുമ്പോൾ അദ്ദേഹം പുറത്തിറങ്ങും. അദ്ദേഹം പറഞ്ഞു കേട്ടതാ. അങ്ങനെ സന്ധ്യയാകുമ്പോൾ അദ്ദേഹം ഇതുപോലെ ഇറങ്ങി. ഇതുപോലെ സുവിശേഷ യോഗം നടക്കുകയാണ്. അദ്ദേഹം ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ മുമ്പേ ഇവിടെ പാടിയതുപോലെ മനോഹരമായ പാട്ട് ഈ സൗണ്ട് സിസ്റ്റത്തിലൂടെ ഒഴുകി പുറത്തേക്ക് പോകുന്നു. റെനി ജോർജ് ഇരുളിൻ്റെ മറവിൽ നിന്ന് ആ പാട്ട് തൻ്റെ ചെറുപ്പത്തിലേ പാടിയത് കേട്ടുകൊണ്ട് അവിടെ നിന്നു. പോകാൻ തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞ് പോയി ദൈവവചനം പ്രസംഗിപ്പാൻ തുടങ്ങി. ദൈവദാസൻ ദൈവശക്തി അവിടെ വ്യാപരിപ്പാൻ തുടങ്ങി. ആ ദൈവശക്തി ആ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് വ്യാപരിപ്പാൻ തുടങ്ങി. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നാം ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി ഇവിടെ ഒതുങ്ങാതെ ഇത് പുറത്തേക്ക് വ്യാപരിക്കുന്നു? വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് അന്യഭാഷയിൽ അല്പസമയം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്, എല്ലാ അധരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ ആരാധിച്ചാട്ട്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നാം ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ ഒതുങ്ങത്തില്ല, അത് പുറത്തേക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറത്ത് നിന്ന റെനി ജോർജിനെ സുവിശേഷം കയറി പിടിച്ചു. റെനി ജോർജ് മാനസാന്തരപ്പെട്ടു. അദ്ദേഹം സ്നാനപ്പെട്ടു. വീണ്ടും പദ്ധതി പൊളിഞ്ഞു. ജയിലിലേക്ക് പോയി. വീണ്ടും അദ്ദേഹം പരോളിലിറങ്ങിയിട്ട് ആദ്യമായി ഒരു സ്ഥലത്ത് സാക്ഷ്യം പറയുമ്പോൾ ഞാനും അവിടെ ഉണ്ട്. പ്രസംഗിക്കാൻ എന്നെയും സാക്ഷി പറയാൻ അദ്ദേഹത്തെയാണ് വിളിച്ചത്. പാസ്റ്ററെ, ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഞാൻ ആദ്യം അവിടെ ചെന്നു. ആളുകളെല്ലാം റെനി ജോർജിനെ നോക്കിയിരിക്കുക. അവർ നോക്കുക, ഇയാളാണോടോ റെനി ജോർജ് എന്ന്. ഞാൻ പറഞ്ഞ ആ മനുഷ്യൻ ഞാനല്ല, എൻ്റെ പുറകാലെ വരുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം അല്പം വചനം പ്രസംഗിച്ചു, പിന്നെ റെനി അല്പം സാക്ഷ്യം പറഞ്ഞു, പിന്നെ ഞാൻ പ്രസംഗിച്ചു. അപ്പം റെനി ജോർജ് പറഞ്ഞൊരു പദം കേൾക്കണോ? ഞാൻ പരോളിലിറങ്ങി മുങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഞാൻ പരോളിലിറങ്ങി മുങ്ങി, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ മുങ്ങി സ്നാനപ്പെട്ടു. ഓ, കൈയൊന്ന് ഉയർത്തിയാട്ടി ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് രാത്രി ഞങ്ങൾ വെറുതെ പറയല്ല സുഹൃത്തേ, ലോകത്തിലാർക്കും മാറ്റം വരുത്താൻ കഴിയാത്തവനെ മാറ്റം വരുത്താൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. കാലഘട്ടത്തിൽ മാതാപിതാക്കൾ കരയുകയാണ്. വിശ്വസിച്ച് വീട്ടിൽ ഉറങ്ങാൻ കഴിയില്ല. എപ്പോഴാ തല പോകുന്നറിയില്ല. ഡ്രഗ് അഡിക്റ്റഡായി ചെറുപ്പക്കാർ മാറുകയാണ്. കഞ്ചാവിനും കറപ്പിനും LSDക്കും മാരിജുബാനയ്ക്കൊക്കെ അടിമകളാണ് ഇന്നത്തെ ചെറുപ്പക്കാർ. എന്താ സംഭവിക്കുന്നറിയില്ല. ഏത് നിമിഷവും വീടിന് തീ കത്താം, ഏത് നിമിഷവും അക്രമം നടക്കാം. ഈ അടുത്ത ദിവസമൊക്കെ ഈ TV-കാരൊക്കെ പറയുന്നത് കേൾക്കുന്നത് ഭീവത്സം എന്ന വാക്കാണ്, ഭീകരത എന്ന വാക്കാണ്. മനുഷ്യൻ മൃഗമാകുന്നു. മൃഗമെന്ന് പറഞ്ഞാൽ ഒക്കില്ല, അതിനേക്കാൾ അതപ്പതിച്ചു. റാഗിങ് എന്നും പറഞ്ഞ് കുറച്ച് പിള്ളേർ ഇത് കണ്ടില്ലേ? എങ്ങനെ ഒക്കും മനുഷ്യനിങ്ങനെ ചെയ്യാൻ ഒരു സഹജീവിയോട്? അത്ര അതപ്പതിച്ചു. ഇന്ന് രാത്രി വിങ്ങുന്ന ഹൃദയത്തോട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിൽ പറയാം, നീ ഇവിടുന്ന് സ്തോത്രം ചെയ്താൽ നിന്റെ ഭവനത്തിൽ അത്ഭുതം ചെയ്യുവാൻ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്തവനെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മാറ്റം വരുത്തും. വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനേറിയ കാലമായിരിക്കുന്നറിഞ്ഞു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശുവിനോട് ചോദിച്ചു. ബെഥസ്ത എന്ന എബ്രായരുടെ കുളം, ആ കുളത്തിൽ 5 മണ്ഡപമുണ്ട്. ആ മണ്ഡപക്കരയിൽ വലിയൊരു കൂട്ടം ആളുകൾ ഒരു വിശ്വാസത്തോടെ കിടക്കുകയാണ്. ഒരു ദൂതൻ വന്ന് കുളം കലക്കും. ആദ്യം ആര് എടുത്തു ചാടുമോ അവന് സൗഖ്യം വരും. ആ വിശ്വാസത്തോടു കൂടി ഒരുവൻ 38 വർഷമായി അവിടെ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ആശകൾ നിരാശകളായി, പ്രതീക്ഷകൾ അസ്ഥാനത്തായി. 38 വർഷം അവനോട് കിടന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു സഹോദരങ്ങളെ, നിങ്ങളൊരു ഡോക്ടറെ എത്ര തവണ കാണാൻ പോകും? ഏറിയാൽ 4 or 5 തവണ. സൗഖ്യമായില്ലേ നിങ്ങൾ പറയും പൊട്ടവൈദ്യനാ, എടുക്ക പോകരുത്. പക്ഷെ 38 വർഷമായി ഒരുവൻ ബെഥസ്ദാക്കുളവിൽ കിടക്കുകയാണ്. എന്ന് പറഞ്ഞ അർത്ഥം അവൻ്റെ ആശകൾ നിരാശകളായി, അവൻ്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തായി. അവൻ്റെ ചിന്ത, ഞാൻ ഇവിടെ അവസാനിക്കും, ഇനി ഞാൻ എഴുന്നേൽക്കില്ല, ഇനി ഞാൻ വീട്ടിൽ പോകില്ല, ഇനി ഞാൻ സൗഖ്യമാകില്ല
എന്നാൽ നോക്കൂ, അവന്റെ ആശകൾ നിരാശകളായപ്പോൾ, അവന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തായപ്പോൾ, സകല വാതിലും അവന് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ, ഇതാ നീതി സൂര്യനായ യേശു അവന് വേണ്ടി പ്രവർത്തി ആരംഭിക്കുന്നു. നിന്റെ ആശകൾ നിരാശകളാകുന്നിടം, നിന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താകുന്നിടം, സകല വാതിലും കൊട്ടിയടയപ്പെടുന്നിടം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയോ? എല്ലാവരും ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ആശകൾ നിരാശകളാകുന്നിടം, പ്രതീക്ഷകൾ അസ്ഥാനത്താകുന്നിടം, സകല വാതിലും അടയപ്പെടുന്നിടം, അവിടെ നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി പുത്തൻ വഴികൾ തുറക്കാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തോത്രം പറഞ്ഞ് എല്ലാ അധരങ്ങളെ ചലിപ്പിച്ചാട്ട്, കരങ്ങളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്. മാൻസ് എക്സ്ട്രീമിറ്റി ഈസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി. മനുഷ്യന്റെ പരമാവധി ദൈവത്തിന്റെ അവസരമാണ്. വൈദ്യശാസ്ത്രം നിന്റെ രോഗം സൗഖ്യമാകില്ലെന്ന് പറഞ്ഞെങ്കിൽ, നീ ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ, നിനക്ക് സൗഖ്യം തരുവാൻ യേശുവിന് കഴിയോ? ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞാണ്. ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. 38 വർഷമായി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ ഇന്ന് ഇടതടവില്ലാതെ യാത്രയാണ്, ഇടതടവില്ലാതെ. ഞാനാണ് കോൾഡ് പിടിച്ചിരിക്കുകയാണ്. ഈ മൈക്കിന്റെ പച്ചയും ദൈവമക്കളുടെ സ്തോത്രത്തിലാണ് നിൽക്കുന്നത്. മൈക്കുകാരനോട് ആളോട് സുഹൃത്തിനെ ഒരു അപേക്ഷയുണ്ട്. ഞാൻ ശബ്ദം ഉയർത്തുമ്പോൾ ദയവായി താക്കരുത്, ഫീഡ്ബാക്ക് നല്ലപോലെ വെക്കണം കേട്ടോ. ഈ ശബ്ദത്തിൽ കേൾക്കാൻ വേണ്ടി ഇത് വെച്ചേക്കുന്നത്, അതുകൊണ്ട് നിങ്ങളത് കുറയ്ക്കരുത്. മനസ്സിലായോ? പറയാൻ നിർവാഹമില്ലാതെ വന്നതുകൊണ്ട് പറയാം. സ്തോത്രം. 38 വർഷമായി ബെഥസ്ദാക്കളക്കടയിൽ കിടക്കുന്ന രോഗിയുടെ അരികിൽ യേശു കർത്താവ് ചെന്നപ്പോൾ പത്രോസ് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തില്ല, അന്ത്രയോസ് പരിചയപ്പെടുത്തി കൊടുത്തില്ല, യോഹന്നാൻ പരിചയപ്പെടുത്തി കൊടുത്തില്ല. ആരും പരിചയപ്പെടുത്താതെ യേശുവിനെ പരിചയപ്പെട്ടു. ആരും പറഞ്ഞു കൊടുക്കാതെ യേശു അവന്റെ അവസ്ഥ അറിഞ്ഞു. ഇന്ന് രാത്രിയിൽ, ഈ കൺവെൻഷന്റെ അവസാന രാത്രിയിൽ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആരും പറഞ്ഞു കൊടുക്കാതെ നിന്റെ അവസ്ഥ അറിയുന്ന ഒരുവൻ ഈ രാത്രി ഇവിടേക്ക് വന്നിട്ടുണ്ട്. ആരും പരിചയപ്പെടുത്താതെ നിന്നെ പരിചയമുള്ള ഒരുവൻ ഈ രാത്രി ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ദൈവവചനം പ്രസംഗിക്കുന്ന എനിക്ക് നിങ്ങളുടെ ആരുടെയും പേരറിഞ്ഞുകൂടാ, നിങ്ങളുടെ വീട്ടുപേരറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന നസറയനായ യേശുവിന് നിങ്ങളുടെ പേരറിയാം, നിങ്ങളുടെ വീട്ടുപേരറിയാം. അറിയുന്നവൻ മാത്രമല്ല, ഈ രാത്രി പരിഹരിപ്പാനും അവൻ ശക്തിയുള്ള ദൈവമാണ്. യേശു കർത്താവിന് നിങ്ങൾ എവിടെ മുതലാ പരിചയമെന്നറിയാമോ? നിങ്ങളുടെ അപ്പൻ നിങ്ങളെ കണ്ടത് നിങ്ങൾ ജനിച്ച ശേഷമാ. നിങ്ങളുടെ അമ്മ നിങ്ങളെ കണ്ടത് നിങ്ങൾ ജനിച്ച ശേഷമാ. ഒരുപക്ഷെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ നിങ്ങളെ കണ്ടു കാണും. പക്ഷെ വിശുദ്ധ ബൈബിൾ പറയുന്നു, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് നിന്നെ പേർ ചൊല്ലി വിളിച്ചൊരുവനുണ്ട്. ഓ ഹല്ലേലൂയ. നിന്റെ അപ്പൻ നിന്നെ കാണും മുമ്പ്, നിന്റെ അമ്മ നിന്നെ കാണും മുമ്പ്, നിന്റെ ഡോക്ടർ നിന്നെ കാണും മുമ്പ് നിന്നെ കണ്ട ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. പോരാ, കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴും കരഞ്ഞുകൊണ്ടിറങ്ങിയ പിതാവേ, ദൂരെയുള്ള മക്കളെ ഓർത്ത് കരയുന്ന മാതാവേ, ഓ ഷമാ റഖുനിയ. ഈ ഭൂമിയിൽ ആരും നിന്റെ കണ്ണുനീർ കാണുന്നില്ലെങ്കിലും, ഇവിടെ ആരും നിന്റെ കരച്ചിൽ കാണുന്നില്ലെങ്കിലും, നിന്റെ കണ്ണുനീർ കാണുന്ന ഒരുവൻ, നിന്റെ കരച്ചിൽ കാണുന്ന ഒരുവൻ ഈ രാത്രി ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നീ രഹസ്യമായി കരയുന്നതിന് അവൻ പരസ്യമായി ഉത്തരം തരുന്ന ദൈവമാണ്. കർത്താവിനോട് പറയാൻ, നിന്നോട് പറയാൻ, ആരോടും പറയാതെ, ആരും അറിയാതെ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് എല്ലാവരും കാണുക ഉത്തരം തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം കാണും. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കൂ. നിങ്ങളൊരു പ്രസംഗം കേൾക്കാനല്ല ഇവിടെ ഇരിക്കേണ്ടത്, ഒരു വിടുതൽ അനുഭവിപ്പാൻ ഇന്ന് രാത്രി ഇരിക്കുക. നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ, നിങ്ങൾ ഹല്ലേലൂയ പറയുമ്പോൾ, ആ കലങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദുഷ്ടപിശാച് തടഞ്ഞു വെച്ച നിങ്ങളുടെ നന്മയുടെ ഉറവ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി തുറക്കപ്പെടും. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ കിടക്കുന്ന യേശു കണ്ടു. ഇങ്ങനേറിയ കാലമായിരിക്കുന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശുവിനോട് ചോദിച്ചു. ശ്രദ്ധിക്കൂ, ബെഥസ്ദാ കുളക്കടവനോട് പറഞ്ഞുകൊണ്ടിരുന്നത്, എടുത്തു ചാടുക, എടുത്തു ചാടുക, മുമ്പേ ചാടുക, ആദ്യം ചാടുക, നിനക്ക് സൗഖ്യം വരും. പക്ഷെ യേശു അവനോട് പറഞ്ഞത് എടുത്തു ചാടാനല്ല, മുമ്പേ ചാടാനല്ല. യേശു ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിന്നെ സൗഖ്യമാക്കാം. നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിന്നെ വിടുവിക്കാം. ഈ ലോകത്തിലെ സകല മതങ്ങളും യേശു ക്രിസ്തുവിന്റെ മാർഗവും നമ്മളെ വ്യത്യാസം ഞങ്ങൾ പറയാം. ഈ ലോകത്തിലെ സകല മതങ്ങളും നിന്റെ രക്ഷയ്ക്കായി, നിന്റെ വിടുതലിനായി, സൗഖ്യത്തിനായി കർമ്മ മാർഗം ഉപദേശിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മാർഗം നിന്റെ വിശ്വാസം ആവശ്യപ്പെടുന്നു.
യേശു ക്രിസ്തുവിന്റെ മാർഗം നിന്റെ പ്രവൃത്തിയല്ല, നിന്റെ വിശ്വാസം ആവശ്യപ്പെടുന്നു. കാൽവറി കുരിശിൽ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച് നിവർത്തിച്ച രക്ഷയിലുള്ള വിശ്വാസം ആവശ്യപ്പെടുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ലോകത്തിലെ സകല മതങ്ങളും നിന്റെ രക്ഷയ്ക്കായി കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യൂ, പ്രവർത്തിക്കൂ, പ്രവർത്തിക്കൂ. വെളിച്ചെണ്ണ കൊണ്ടുവരൂ, വിളക്കെണ്ണ കൊണ്ടുവരൂ, തേങ്ങ ഉടയ്ക്കൂ, മുട്ടയിൽ നീന്തൂ, അടിമയിരിക്കൂ, ശൂലം കുത്തിയിരിക്കൂ, മലകൾ കയറൂ, അടിമയിരിക്കൂ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മാർഗം വിളിച്ച് ചോദിക്കുന്നു, നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിന്നെ വിടുവിക്കാം. നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിന്നെ സൗഖ്യമാക്കാം. എത്ര പേർക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയും? യേശു ക്രിസ്തുവിന്റെ മാർഗം മനസ്സ് വെക്കുന്ന മാത്രയിൽ നമ്മെ വിടുവിക്കുന്ന മാർഗമാണ്. ഞാൻ മനസ്സ് വെച്ച മാത്രയിൽ യേശു എന്നെ വിടുവിച്ചെന്ന് പറയാൻ തന്റെ ഇടമുള്ളവൻ ഒരിക്കൽ കൂടെ കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ട്. യേശു ക്രിസ്തുവിന്റെ മാർഗം നിന്നെ പിച്ച തണ്ടാൻ വിടുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മാർഗം ചൂലം കുത്തിയിറക്കാൻ പറയുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മാർഗം അടിമീരിക്കാൻ പറയുന്നില്ല. യേശുവിന്റെ മാർഗം പറയുന്നു, നീ മനസ്സ് വെച്ചാൽ ക്ഷണത്തിൽ ഞാൻ നിന്നെ വിടുവിക്കാം. യേശുവിന്റെ മാർഗം നീ മനസ്സ് വെക്കുന്ന മാത്രയിൽ വിടുവിക്കുന്ന മാർഗമാണ്. എപ്പോൾ മനസ്സ് വെക്കുമോ അപ്പോൾ വിടുതൽ. എവിടെ വെച്ച് മനസ്സ് വെക്കുമോ അവിടെ വെച്ച് വിടുതൽ. മനസ്സിലാകുന്നോ? അതാണ് ഈ മാർഗം. ആകാശത്ത് വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ. ആഴിക്കടിയിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ. മെഡിക്കൽ കോളേജിന്റെ ICU വാർഡിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ. ഓടുന്ന ബസ്സിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ. പായുന്ന ട്രെയിനിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ. ഇന്ന് രാത്രി ഇവിടെ വെച്ച് മനസ്സ് വെച്ചാൽ ഇവിടെ വെച്ച് വിടുതൽ. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? എവിടെ മനസ്സ് വെക്കുമോ അവിടെ ഇറങ്ങുന്ന പ്രവർത്തിക്കും. മെഡിക്കൽ കോളേജിന്റെ ICU വാർഡിൽ കിടന്ന് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതല. സ്തോത്രം. ചീറിപ്പായുന്ന ആംബുലൻസിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതല. എൻ്റെ സഭയിലെ സഹോദരൻ വരുവൻ ശശികുമാർ ഭയങ്കര ഹൈന്ദവകിൽ ജനിച്ചു വളർന്നവനാണ്. ദോഹയിൽ വെച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചങ്കുവേദനയുണ്ടായി. പാതിരാത്രിയിൽ അവിടുന്ന് കൂട്ടുകാരൻ ആംബുലൻസ് വിളിച്ചു വരുത്തി. അവൻ പലവട്ടം സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. വേറെ ആരുമില്ല. ആംബുലൻസ് കയറി പോഞ്ഞു പോകുമ്പോൾ പ്രാണവേദന വിട്ട് പടയുക, അറ്റാക്കാ, യേശുവേ യേശുവേ എന്ന് വിളിക്കാൻ പറഞ്ഞു. സ്തോത്രം. ആംബുലൻസിൽ വെച്ച് ഒരു കര അവനെ തൊടുന്നതായി തോന്നി. അവനെ സൗഖ്യമാക്കി. മനസ്സിലാകുന്നുണ്ടോ? നാസറേയനായ യേശുവിന്റെ മാർഗം, നീ എവിടെ വെച്ച് മനസ്സ് വെക്കുമോ അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന മാർഗമാണ്. ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറ. ഞാൻ മനസ്സിലാക്കി തരാം. ഇവിടുന്ന് ആകാശത്തേക്ക് ഉയരുന്ന വിമാനങ്ങൾ പറന്നു പോകുന്നത് 40,000 അടി ഉയരത്തിലാണ്. എത്ര അടിയാ? 40,000. ഈ വിമാനം ഇങ്ങനെ അങ്ങോട്ട് പറന്നു പൊങ്ങുമ്പോൾ ഒരു പരുന്ത് വന്ന എന്ന് ഏഷ്യാ മതി, തീപ്പെട്ടിക്കൊള്ളി കത്തുന്ന പോലെ കത്തി താഴെ വീഴും. നിന്റെ മക്കൾ കയറിപ്പോയപ്പം പരുന്ത് വരാഞ്ഞിട്ടല്ല, പ്രാവ് വരാഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. സാധാരണ ഈ വിമാനത്തിൽ കയറുമ്പോൾ അതിനകത്ത് കയറിയിരുന്നാൽ ഫ്ലൈറ്റ് അറ്റൻഡേഴ്സ്, എയർ ഹോസ്റ്റസ് ഒക്കെ വന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് ഒത്തിരി കൈക്രിയ കാണിച്ച പല കാര്യം പറയും. നമ്മുടെ സുഹൃത്ത് സോയ് ഫിലിപ്പൊക്കെ മിക്കവാറും ഇവിടെ വരുമ്പോൾ പോയി ചെയ്യുന്ന ആളുകളാണ്. അവരെന്താ പറയുന്നത് അറിയാമോ? നമ്മൾ അതിലോട്ട് ഇരുന്ന് കഴിഞ്ഞ ഉടനെ ഒരു ദിവസം 5 തവണ കയറിയാലും 5 തവണ ഇത് കാണിക്കും. അവർ പറയുന്നത് എന്തെന്നറിയാമോ? ഈ വിമാനം ആകാശത്തേക്ക് പറന്നു പോകുമ്പോൾ ഓക്സിജൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓക്സിജൻ മാക്സ് നിങ്ങളുടെ മുമ്പിലോട്ട് വീഴും. അത് മൂക്കിലോട്ട് പിടിച്ചു വെച്ചിട്ട് വലിച്ചു കയറ്റണം. ആദ്യം നിങ്ങൾ വലിച്ചു കയറ്റണം, പിന്നെ പിള്ളേരുടെ മൂക്കിലോട്ട് വെച്ച് കൊടുക്കണം. അടിയന്തരമായി ലാൻഡിങ് നടത്തും. അപ്പോൾ ഒരു പ്രത്യേക ഗോവേണിയൊന്നുമില്ല, പ്രത്യേക ഒരു അതൊക്കെ ഷൂന്ന് നിരങ്ങി നീങ്ങണം. ചിലപ്പോൾ ഇത് വീഴുന്ന കടലിലായിരിക്കും. അപ്പോൾ ഈ ലൈഫ് ജാക്കറ്റ് എടുത്ത് കഴുത്തേക്കൂടി ഇടണം. ഷൂന്ന് ഇത് ഊതി വീർപ്പിക്കണം. ഒരു ലൈറ്റ് ഉണ്ട്, അത് കത്തിക്കണം. ഒരു വിഷിലുണ്ട്, അതിട്ട് ഷൂന്ന് വിഷിലടിച്ചുകൊണ്ട് കിടക്കണം. സത്യം പറഞ്ഞാൽ ഞാനിത് കയറുമ്പോഴൊന്നും എൻ്റെ പോലെ ഞാനിത് ശ്രദ്ധിക്കാറില്ല. കാരണം ഇത് താഴോട്ട് പോയാൽ പിന്നെ പോക്ക, പിന്നെ വിഷിലൂത്തും നടക്കത്തില്ല, ഷൂവെപ്പും നടപ്പില്ല. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഓരോ ടേക്ക് ഓഫും ഓരോ ലാൻഡിങ്ങും ദമ്പുരാൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയാമോ? 40,000 അടി ഉയരത്തിൽ പറക്കുന്നൊരു ഫ്ലൈറ്റ് അവിടെ വെച്ച് തകരുമെന്ന് കണ്ടാൽ, അതിനകത്തിരുന്നൊരു പാവപ്പെട്ട ദൈവം ഇതിൽ കരഞ്ഞാൽ,
ആകാശം ചായ്ച്ചിറങ്ങി വന്ന്, ആകാശം കീറിയിറങ്ങി വന്ന് ആ ഫ്ലൈറ്റിലെയും അതിലുള്ള യാത്രക്കാരെയും വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ. അവനെയാണ് ഞങ്ങൾ രാത്രി ഉയർത്തുന്നത്. അനന്തമജ്ഞാതമൗണ്യമായി കിടക്കുന്ന മഹാസമുദ്രം, ആ മഹാസമുദ്രം പാഞ്ഞു പോകുന്നൊരു കപ്പൽ ഒരു കൂറ്റൻ മഞ്ഞുകെട്ടിൽ ഇടിച്ചാടി ഉലയാൻ തുടങ്ങിയാൽ, അതിനകത്തിരുന്നൊരു പാവപ്പെട്ട ദൈവം ഇതിൽ കരഞ്ഞാൽ, അല്ല ഇനി കരയിലൊരു കുടിലിരുന്നൊരു തള്ള കരഞ്ഞാൽ, ആ തള്ളയുടെ കണ്ണുനീർ കണ്ടുകൊണ്ട് ആ മഹാസമുദ്രത്തിലേക്ക് ചാടി ഇറങ്ങിയോ ഇറങ്ങിയാതെയോ വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ. അവനെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ആ ദൈവത്തെ സേവിപ്പാൻ കറിക്കാട്ടുകാർ ഇറങ്ങി വരണം. കൈ ഉയർത്തിയാട്ട് സ്തോത്രം പറഞ്ഞേ. എവിടെ വെച്ച് കരഞ്ഞാലും അവിടെ ഇറങ്ങി വരുന്നവൻ. മെഡിക്കൽ കോളേജിന്റെ ICU വാർഡിൽ കടന്ന് കരഞ്ഞാൽ ഇറങ്ങി വരുന്നവൻ. ട്രെയിനിൽ വെച്ചോ ബസ്സിൽ വെച്ചോ കരഞ്ഞാൽ ഇറങ്ങി വരുന്നവൻ. നിന്റെ വീടിന്റെ ഏകാന്തതയിൽ ആരും കാണാൻ നീ നിലവിളിച്ചാൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ആ ദൈവത്തെ സേവിക്കണം. സുവിശേഷം പ്രസംഗിക്കും ഇത് പറയാതിരിക്കാനൊക്കെ ഇല്ല. ഇന്ന് മനുഷ്യർ മനുഷ്യനെ തിരിഞ്ഞ് ദൈവമാക്കുന്നു. മനുഷ്യനേക്കാൾ താണം മൃഗജാലങ്ങളെ ആരാധിക്കുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞ സുഹൃത്തെ, നിന്നെപ്പോലെ ഡയബറ്റീസ് ഉള്ള, നിന്നെപ്പോലെ ബ്ലഡ് പ്രഷറുള്ള, പിടിക്കരുതാത്ത കഴിച്ചാൽ നിന്നെപ്പോലെ ഡിസെൻട്രി വരുന്ന മനുഷ്യനെ അല്ല നീ ദൈവമാക്കേണ്ടത്. ഒരുപിടി ഗുളികയും കൊണ്ട് അവർ നടക്കുന്നത്. നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. നീ നിലവിളിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ദൈവമല്ല നിന്നെ നിർമ്മിച്ച ദൈവം. നിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയ ദൈവം. ഈ ഭൂമിയിൽ ജനിച്ച് ജീവിപ്പാൻ ഭാഗ്യം തന്ന ദൈവം. നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. ആ ദൈവത്തെ സേവിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഒന്നുകൂടെ കൈകൾ അടിച്ച് വാതുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. അനന്തമജ്ഞാതം അമണിന്യമായ അഖിലാണ്ട കടാകത്തെ നിർമ്മിച്ച ദൈവം, സൂര്യചന്ദ്ര ഗോളന്മാളെ നിർമ്മിച്ച ദൈവം, എണ്ണമറ്റ താരകായ വലികളെ നിർമ്മിച്ച ദൈവം, ഇവയ്ക്ക് പേർ വിളിക്കുന്ന ദൈവം. ഈ ദൈവത്തെ സേവിപ്പാൻ, ഈ ദൈവത്തെ പപ്പ എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരമടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. എവിടെ വെച്ച് കരഞ്ഞാലും അവിടെ ഇറങ്ങി വരുന്ന ദൈവം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് കടന്ന് എല്ലാം കഴിയാത്തിടത്ത് കടന്നു ചെല്ലുന്നൊരു ദൈവം. നിങ്ങളുടെ കുഞ്ഞുങ്ങളിപ്പോൾ ഒരുപക്ഷെ ദോഹയിലോ മസ്കറ്റിലോ കുവൈറ്റിലോ സൗദിയിലോ ബോംബെയിലോ ന്യൂസിലാൻഡിലൊക്കെ ആയിരിക്കാം. ഒരു ദിവസം നിങ്ങൾക്കൊരു ഫോൺ കോൾ ലഭിക്കും, നിങ്ങളുടെ മകന് സൗഖ്യമില്ല, മകൾക്ക് സൗഖ്യമില്ല, പ്രാവിനുള്ളിൽ ചിറകുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്, പക്ഷെ കഴിയില്ല. നിങ്ങളുടെ ഭർത്താവിനെ ഓപ്പറേഷനിൽ പെട്ടെന്ന് പ്രവേശിപ്പിക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അടുത്തോട്ട് എന്ന ഓപ്പറേഷൻ തിയേറ്ററിനകത്തിരുന്ന് നിന്റെ ഭർത്താവിന്റെ കൈ പിടിച്ചൊരു ആശ്വാസം പറയാൻ ഡോക്ടർമാർ കയറ്റില്ല, ICUവിൽ പോലും കയറ്റത്തില്ല, പിന്നല്ലേ ഓപ്പറേഷൻ തിയേറ്റർ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് കടന്നു ചെല്ലുന്നൊരു കരമുണ്ട്. നീ നിന്റെ റൂമിൽ മുട്ടുകുത്തി സ്തോത്രം പറഞ്ഞാൽ നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് ദൈവത്തിന്റെ കരം കടന്നു എന്ന് ചിലത് ചെയ്തിട്ട് മടങ്ങി വരും. നീ രാത്രിയിൽ ദൈവദാസന്മാരോട് ഞാൻ പറയാം, ഓ ഹോബ ശബ്ദറിയാന, നീ പ്രാർത്ഥിച്ചാൽ, നീ കരഞ്ഞാൽ നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ചില മണ്ഡലങ്ങളിൽ, ചില ഭവനങ്ങളിൽ ദൈവത്തിന്റെ കരം കടന്നു എന്ന് ചിലത് ചെയ്തിട്ട് മടങ്ങി വരുമെന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു. ജോർജ് കുട്ടി പാസ് പറഞ്ഞു കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പ് രാത്രിയാമങ്ങളിൽ നിന്ന് കരഞ്ഞതിന്റെ ഫലം ഇന്നും ശുശ്രൂഷയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പാസ്റ്റർമാരെ, നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് നിന്റെ പ്രാർത്ഥനാ റൂമിൽ, നിന്റെ കൊച്ചു പാഴ്സനേജിൽ നീ മുട്ടുകുത്തി കരഞ്ഞാൽ നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ചില ഇടങ്ങളിൽ ദൈവത്തിന്റെ കരം കടന്നു എന്ന് ചിലത് ചെയ്തിട്ട് മടങ്ങി വരും. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞേ. കരമടിച്ച് പരിശുദ്ധാത്മാവനോട് പറയുന്നു, ലൈവായി ഹോ ഷമ റഖിനിയ, ദൂരെ ഇത് പ്രഭാഷണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭവനങ്ങളിൽ ദൈവത്തിന്റെ കരം ഇറങ്ങിച്ചെല്ലുന്ന ഒരത്ഭുതം ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. നിങ്ങൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ രാത്രി ദൈവത്തിന്റെ വിടുതലുകൾ ചില ഭവനങ്ങളിൽ സംഭവിക്കും. ശക്തിയോടെ സത്യവചനം കേട്ടു നിവാ, നിത്യജീവൻ നിനക്കേകിടുമേ, സത്യവചനം കേട്ടു നീവാ. പഠിക്കുമോനെ. നിത്യജീവൻ നിനക്കേകിടുമേ, നിൻപേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിന്നും എഴുതിടുമേ. നിൻപേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിന്നും എഴുതിടുമേ. വരുവീൻ
ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കെട്ടിയ വീടോ നീലം പോരുളോ കണ്ടിടുമുറ്റോ ഉടയവരോ. കെട്ടിയ വീടും നീലം പോരുളോ കണ്ടിടുമുറ്റോ ഉടയവരോ. കൂടുവിട്ടു നിൻ ജീവൻ പോയാ കൂടെ വരാതെ വേർപെടുമേ. കൂടുവിട്ടു നിൻ ജീവൻ പോയാ കൂടെ വരാതെ വേർപെടുമേ. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ മറക്കാതെ നിൻ രക്ഷകനെ. മരണമൊരു നാൾ വന്നിടുമേ മറക്കാതെ നിൻ രക്ഷകനെ. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഓ വാനത്തിൻ കീഴേ ഭൂമി മീതേ വനവനേശു നാമമന്യേ. വാനത്തിൻ കീഴേ ഭൂമി മീതേ വനവനേശു നാമമന്യേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷകനേശു താൻ വഴിയേ. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. അവൻ കിടക്കുന്നേ കണ്ടു, ഇനേറിയ കാലമായിരിക്കുന്നറിഞ്ഞു, നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശുവിനോട് ചോദിച്ചു. നമ്മുടെ വിഷയം മനസ്സ് വെക്കുന്ന മാത്രയിൽ വിടുവിക്കുന്ന യേശു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ആകാശത്ത് വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, ആഴിക്കടിയിൽ വെച്ച് മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ, പായുന്ന ട്രെയിനിൽ വെച്ചോ ഓടുന്ന ബസ്സിൽ വെച്ചോ മനസ്സ് വെച്ചാൽ അവിടെ വെച്ച് വിടുതൽ. ഇന്ന് രാത്രി ഇവിടെ വെച്ച് മനസ്സ് വെച്ചാൽ ഇവിടെ വെച്ച് വിടുതൽ. കൈ ഉയർന്നില്ലല്ലോ. ഇവിടെ വെച്ച് മനസ്സ് വെക്കത്തില്ല, മെഡിക്കൽ കോളേജിൽ പോയാലേ മനസ്സ് വെക്കത്തുള്ളേ, അവിടെ വെച്ച് വിടുതല. ചില ആളുകൾ ഈ സുവിശേഷ യോഗത്തിന് വെച്ചൊന്നും മാനസാന്തരപ്പെടത്തില്ല. ചിലർ ജയിലിൽ പോയാലേ ഗുണപ്പെടത്തുള്ളൂ. ഞാൻ ഇന്നാളിൽ 28 ജയിൽ പുള്ളികളെ നിർത്തി പ്രസംഗിച്ചു. അവർ രക്ഷിക്കപ്പെട്ടവരാ, ജയിലിൽ നിന്ന് സ്നേഹ സന്ദേശവുമായി. അപ്പം ഞാൻ പറഞ്ഞു, ഇവരോടൊക്കെ അച്ഛനറിയാം ജോസ് പലപ്പാടിനെയൊക്കെ, ഞാൻ പറഞ്ഞു ഇവരോടൊക്കെ നേരത്തെ തമ്പുരാൻ സംസാരിച്ച, പക്ഷെ ഗുണപ്പെട്ടില്ല. ഇവർ മാനസാന്തരപ്പെടാൻ ജയിലിൽ പോകേണ്ടി വന്നു. ഈ വിശുദ്ധ ബൈബിളിൽ ഒനോസിമോസ് എന്നൊരു കഥാപാത്രമുണ്ട്. ഫിലമോൻ്റെ വീട്ടിൽ പാർത്തതാ. ഫിലമോൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രിയനായവനെന്ന, സ്നേഹമെന്ന. അവിടെ പൗലോസ് എന്ന് പ്രസംഗിച്ചിട്ട് അവൻ മാനസാന്തരപ്പെട്ടില്ല. ഏതാണ്ട് മോഷണ കേസിലോ കണ്ട് പ്രതിയായി ജയിലിൽ ചെന്നു. സുവിശേഷം നിമിത്തം പൗലോസും ജയിലിൽ ചെന്നു. അവിടെ വെച്ച് ആര് മാനസാന്തരപ്പെട്ടു? ഒനോസിമോസ് മാനസാന്തരം. ഈ ചില ആളുകൾ മാനസാന്തരപ്പെടണേ ഒന്ന് ജയിലിൽ പോകേണ്ടി വരും, ചിലപ്പം മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരും. ഈ ദൈവദാസന്മാരൊക്കെ പ്രവാചകർ വിശേഷിച്ച് ചിലരോടൊക്കെ ദൂത് പറയുമ്പം പറയാറില്ലേ, മകനെ മകളെ നിന്നെ കയറ്റിയിട്ടില്ലാത്ത വാഹനത്തിൽ കയറ്റി വന്ന്, കയറിയിട്ടില്ലാത്ത വാഹനത്തിൽ കയറ്റി വന്ന്. എനിക്ക് തോന്നുന്ന വെച്ചാൽ ഈ ആംബുലൻസ് ആണെന്ന് തോന്നുന്നു, അല്ല ഏത് വാഹനമാണ്? കയറിയിട്ടില്ലാത്ത വാഹനത്തിൽ കയറ്റി ഇറക്കും. കയറ്റുക മാത്രമല്ല, ഇറക്കും കേട്ടോ. ചിലരുടെ അതിൽ കയറിയാലേ മാനസാന്തരപ്പെടും. ഈ ദൈവത്തിന് 2 വിളിയുണ്ട്. ഏതായാലും ഇത് സുവിശേഷം രാത്രി യോഗമല്ലേ, സുവിശേഷത്തിന് 2 വിളികളുണ്ട് ദൈവത്തിന്. ഒന്ന് സാധാരണ വിളി,
രണ്ട് അസാധാരണ വിളി. അബ്രഹാമിനെ വിളിച്ച സാധാരണ വിളിയാ, എവിടേക്കെന്നറിയാതെ പുറപ്പെട്ടു. എന്നാൽ ശൗലിനെ വിളിച്ചത് അസാധാരണ വിളി. അതെന്തുവാ? നട്ടുച്ച നേരത്ത് സൂര്യനെ കവിയുന്ന വെളിച്ചം ചുറ്റുമിന്നി മിടുക്കനെ അടിച്ച് താഴെയിട്ടു. 2 ദിവസം കണ്ണു കാണാതിരുന്നു. പിന്നെ തപ്പി പോയി സ്നാനപ്പെട്ടു. എങ്ങനെ സ്നാനപ്പെടണമെന്ന് ഇന്ന് രാത്രി തീരുമാനിച്ചോണം. ഇത് സാധാരണ വിളിയാ. ഈ വിളി നീ അനുസരിച്ചില്ലേ, അസാധാരണ വിളി വരും. ഒരു കാര്യം പറഞ്ഞേക്കാം, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ടെങ്കിൽ നീ സ്നേഹിക്കുന്നതിനെ തൊട്ടായാലും ദൈവകൃപയെ കൊണ്ടുവരും. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ എവിടെ ഒളിച്ചാലും ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരും. ഈ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാമോ? നോക്കിയവനെ കിട്ടിയില്ലേ, കണ്ടവനെ ഉപയോഗിക്കുന്നവനല്ല ദൈവം. തമ്പുരാൻ ഒരുത്തനെ നോട്ടമിട്ടാൽ അവനെ പിടിക്കാതെ മാറില്ല. ജിബിൻ ഇവിടെ ഇരിക്കുന്നത് പാസ്റ്റർ രാജു പോയാലുടെ മോനായിട്ടല്ല, അമേരിക്ക വരെ പോയി പഠിച്ചിട്ട് വന്നിരിക്കുക. തമ്പുരാൻ നോട്ടം ഇട്ടു, ഇല്ലേ മോനെ? മനസ്സിലായോ? തമ്പുരാൻ നിന്നെ നോട്ടമിട്ടാൽ നീ എവിടെ ഒളിച്ചിരുന്നാലും ഇവിടെ വന്നിരിക്കും. ഒന്നുകൂടെ കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിഷയം മനസ്സ് വെക്കുന്ന മാത്രയിൽ വിടുവിക്കുന്ന മാർഗം. അതിന് തെളിവ് പറയാം. അത് പറയാനേ നേരമുള്ളൂ. ലൂക്കോസ് വിശേഷം 23-ാം അധ്യായം 39 വാക്യങ്ങൾ പാസ്റ്ററോട് വായിക്കും. ലൂക്കോസ് വിശേഷം 23:39. യേശു ക്രിസ്തുവിന്റെ മാർഗം മനസ്സ് വെക്കുന്ന മാത്രയിൽ വിടുവിക്കുന്ന മാർഗമാണ്. എവിടെ വെച്ച് മനസ്സ് വെക്കുമോ അവിടെ വെച്ച് വിടുവിക്കുന്ന മാർഗമാണ്. എപ്പോൾ മനസ്സ് വെക്കുമോ അപ്പോൾ വിടുവിക്കുന്ന മാർഗമാണ്. അതിന് നേരമൊന്നും വിഷയമല്ല. അതാണ് പാട്ട് പാടുന്നത്, ഞാൻ കുഞ്ഞാടിന്റെ രക്തത്തിൽ മറഞ്ഞ് രക്ഷിക്കപ്പെട്ട ആർച്ചമത്തിൽ, അല്ലേ? ദാസരുടെ അരക്ഷണത്തിൽ എന്ന് സെക്കൻഡിൽ വിടുതലാണ്. വായിക്കുമോനെ, വായിച്ചാട്ട് പെട്ടെന്ന് വായിച്ചാട്ട്. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെയായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാതുറന്ന ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. കാൽവറിയിൽ 3 കുരിശുകൾ, 3 വ്യക്തികൾ. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ ഒരു സൈഡിൽ ഒരു കള്ളൻ, മറ്റേ സൈഡിൽ കള്ളൻ. കാൽവറിയിലേക്ക് ആ 2 കള്ളന്മാർ ഒന്നിച്ചു പോയെങ്കിലും കാൽവറിയിൽ നിന്നുള്ളവരുടെ യാത്ര വ്യത്യസ്തമായിരുന്നു. ഒരു അന്ത്യനിമിഷത്തും യേശു കർത്താവിനെ ദുഷിച്ച് പരിഹസിച്ച് ആക്ഷേപിച്ച് നരകത്തിലേക്ക് പോയപ്പോൾ മറ്റവൻ അന്ത്യനിമിഷത്തിൽ ഒരൊറ്റ നോട്ടം, ഒരൊറ്റ നിലവിളി പറുദീസയിലേക്ക് പറന്നുപോയി. സെക്കൻഡുകൾ കൊണ്ട് അന്തരീക്ഷം മാറുകയാണ്, അവസ്ഥ മാറുകയാണ്. നിങ്ങൾ നോക്കൂ, കാൽവറി കുരിശിൽ നിന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 2 വിളികൾ ഉയരുന്നു. ഒരു വശത്തു നിന്ന് ഒരു വെല്ലുവിളി, മറുവശത്തു നിന്ന് ഒരു നിലവിളി. എന്താണ് വെല്ലുവിളി? നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക, ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക. മറുവശത്തു നിന്ന് ഒരു നിലവിളി, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കേണമേ. ഒരുവൻ ആവശ്യപ്പെട്ടത് ശാരീരിക രക്ഷയാണ്, ഇപ്പോൾ രക്ഷിക്കണം, ക്രൂശിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വരണം. ഒരുവൻ ആവശ്യപ്പെട്ടത് കൂട്ടുരക്ഷയാ, ഞങ്ങളെ രക്ഷിക്കണം. മറ്റവൻ ആവശ്യപ്പെട്ടത് ശാരീരിക രക്ഷയല്ല, ആത്മരക്ഷയായിരുന്നു. യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പം ഞങ്ങളെ രക്ഷിക്കണമെന്നല്ല, എന്നെ ഓർക്കണമേ. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? യേശുവേ, നീയും മരിക്കും, ഞാനും മരിക്കും, നീയും കല്ലടക്കപ്പെടും, ഞാനും അടക്കപ്പെടും. എന്നാൽ എൻ്റെ കല്ലറയിൽ ഞാൻ കിടക്കും. എന്നാൽ നിനക്ക് കല്ലറയ്ക്ക് പിടിച്ചു വെക്കാൻ കഴിയില്ല. നീ കല്ലറയെ തകർക്കും, നീ ഉയർക്കും, നീ സ്വർഗത്തിലേക്ക് പോകും, നീ രാജാതിരാജാവായി മടങ്ങി വരും. അപ്പോൾ എന്നെ ഓർക്കണേ. മനസ്സിലാകുന്നുണ്ടോ? അവൻ ശാരീരക്ഷയല്ല ആവശ്യപ്പെട്ടത്, ആത്മരക്ഷ. അവൻ പറഞ്ഞു ഞങ്ങളെ രക്ഷിക്കണമെന്നല്ല. ഈ ഞങ്ങളെ രക്ഷിക്കൽ പരിപാടി ബൈബിളിലില്ല. ഒറ്റ വ്യക്തികൾ നെടുമ്പാട് വീഴണം, ക്രൂശിലേക്ക് നോക്കി യേശുവേ എന്നെ രക്ഷിക്കണമെന്ന് പറയണം. വ്യക്തിഗതമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. യേശു കർത്താവിന്റെ കുരിശിന്റെ ഒരു വശത്തു നിന്ന് ഒരു വെല്ലുവിളി, മറുവശത്തു നിന്ന് ഒരു നിലവിളി. എന്താണ് വെല്ലുവിളി? നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക, ഇപ്പോൾ ക്രൂശിൽ നിന്ന് ചാടി ഇറങ്ങുക. അവൻ ആവശ്യപ്പെട്ടത് ശാരീരക്ഷ. ഇപ്പം ചാടി ഇറങ്ങണം, വാടേ നമുക്കൊന്നിച്ച് താഴേക്ക് പോകാവിടെ എന്നാണ് അവൻ പറഞ്ഞത്. മറ്റവൻ ആവശ്യപ്പെട്ടത് ഇപ്പം രക്ഷിക്കണ്ട, പിന്നെ രക്ഷിച്ചാൽ മതി. ഒരിക്കൽ ഒരു പ്രശസ്ത വ്യക്തി ചോദിച്ചു, യേശു എന്തുകൊണ്ട് ചാടി ഇറങ്ങിയില്ല?
നിങ്ങളുടെ കർത്താവിന് നിങ്ങളെ രക്ഷിക്കാൻ, അവനെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശുവിന് വേണമെങ്കിൽ ചാടി ഇറങ്ങാമായിരുന്നു, തന്നെത്താൻ രക്ഷിക്കാമായിരുന്നു. യേശു ചാടി ഇറങ്ങാഞ്ഞതിനാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു. കാരണം ചാടി ഇറങ്ങിയിരുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇത്രയും പേര് ഇവിടെ കൂടത്തില്ലായിരുന്നു. അത് ഞാൻ പിന്നെ പറയാം, സമയമുണ്ട്. മനുഷ്യവർഗത്തിന്റെ പദ്ധതി, രക്ഷാപദ്ധതി എന്നേക്കുമായി ഇല്ലാതാകുമായിരുന്നു. യേശു ചാടി ഇറങ്ങിയില്ല. അവർണ്ണനീയമായ കൃപയാൽ സകല മനുഷ്യന്റെയും രക്ഷയ്ക്കായി യേശു ക്രൂശിൽ പടഞ്ഞു മരിക്കുമ്പോൾ ഒരു കള്ളന്റെ വെല്ലുവിളി കേട്ട് വേണേ അവനെ ചാടി ഇറങ്ങാമായിരുന്നു. പക്ഷെ ആ വെല്ലുവിളി കേട്ട് അവൻ സഹിച്ചവിടെ നിന്നത് നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു. നോക്കൂ, ഒന്നുകൂടെ ഞാൻ പറയാം. ലോകത്തിന്റെ 4 കോണിൽ നിന്നും ഇന്ന് 2 വിളികൾ ഉയരുന്നു. ഒന്ന്, ഒരു വെല്ലുവിളി, മറുവശത്തൊരു നിലവിളി. എന്താണ് വെല്ലുവിളി? ദൈവം ഉണ്ടെങ്കിൽ, ദൈവത്തിന് ജീവനുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങി വരട്ടെ, ദൈവം പ്രവർത്തിക്കട്ടെ. മറുവശം നിലവിളി. ഇന്ന് രാത്രി ഞങ്ങൾ കറിക്കാട്ടുകാരോട് പറയാം, ഞങ്ങളുടെ കർത്താവ് വെല്ലുവിളിയിൽ ഇറങ്ങി വരുന്നവനല്ല. എന്നാൽ തന്റെ കുഞ്ഞുങ്ങൾ നിലവിളിപ്പാൻ തുടങ്ങിയാൽ സ്വർഗം അവിടെ അടങ്ങിയിരിക്കത്തില്ല. ശക്തിയോടെ കൈയടിച്ച് സ്തോത്രം പറഞ്ഞേ, നമ്മുടെ കർത്താവ് വെല്ലുവിളിയിൽ ഇറങ്ങി വരുന്നവനല്ല. ഓ ഹുഡമ റഗുനി ഹതുനിയ, എല്ലാ ദൈവമക്കളെ ശക്തിയോടെ കരമടിച്ച് സ്തോത്രം പറ. എന്നാൽ തന്റെ കുഞ്ഞുങ്ങൾ എവിടെ നിലവിളിക്കുമോ സ്വർഗം ചായിച്ചിറങ്ങി ഇറങ്ങി വരും. ലോകത്തിന് വെല്ലുവിളിയുണ്ട്, നിലവിളിയുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ ഇറങ്ങി വരട്ടെ, വെല്ലുവിളിക്കുക. ചില ആളുകൾ ചോദിക്കുന്നു, ദൈവം ഉണ്ടായിട്ട് എന്താ ഇതെന്താ നടക്കുന്നത്? ഈ അടുത്ത കാലത്ത് ഒരു പ്രസിദ്ധനായ നിരീശ്വരവാദി എഴുതി, ദൈവം ഇല്ല, ഇനി ഉണ്ടേ തന്നെ ദൈവത്തിന് പ്രായമായി, ദൈവത്തിന് കണ്ണ് കാണാതായെന്ന്. ഞങ്ങളുടെ ദൈവം ഗതിഭേദത്താൽ ഉള്ള ആച്ഛാദനമുള്ളവനല്ല, അവന് കണ്ണ് കാണാതാകത്തില്ല. പിന്നെന്താ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത്? അതിനൊറ്റ മറുപടി, ഇത് ന്യായവിധിയുടെ സമയമല്ല, ഇത് കൃപായുഗമാണ്, ഇത് രക്ഷാദിവസമാണ്. എന്നാൽ ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും, അന്ന് സകല ദുഷ്പ്രവർത്തിക്കാരും സകല അഹങ്കാരികളും താളടിയാകും. ഇത് കൃപയുടെ യുഗമാണ്. വെല്ലുവിളിയിൽ ദൈവം ഇറങ്ങില്ല, നിലവിളിയിൽ ഇറങ്ങും. ഇങ്ങോട്ട് നോക്കിയേ, ഒരിക്കൽ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ ദൈവത്തെ വെല്ലുവിളിച്ചു, സുവിശേഷത്തെ വെല്ലുവിളിച്ചു. അയാൾ പരസ്യ സ്ഥലത്ത് നിന്ന് പറയുകയാണ്, ഇതാ ഞാനിവിടെ എണ്ണാൻ തുടങ്ങുകയാണ്. പരസ്യമായി സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവത്തെ വെല്ലുവിളിക്കുകയാണ് നിരീശ്വരവാദി. എന്താ പറഞ്ഞോ, ഞാനിവിടെ ഇപ്പം എണ്ണും, 1, 2, 3, 20 വരെ ഞാൻ എണ്ണും. ദൈവം ഉണ്ടെങ്കിൽ ഞാൻ 20 എന്ന് എണ്ണി തീരും മുമ്പ് എൻ്റെ തലയിൽ ഒരു ഇടിവാള് വെട്ടണം. എന്നിട്ട് അവൻ എണ്ണി 20 വേണ്ട എണ്ണി, കണ്ടോ ദൈവം ഇല്ല, ഇടിവാള് വെട്ടിയില്ല. ഞാൻ അതിന് പറയുന്നേ, 4 വയസ്സോ 5 വയസ്സോ പ്രായമുള്ളൊരു കൊച്ചൻ ഒരു വെട്ടുകത്തി എടുത്ത് അവൻ്റെ അപ്പൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു നിരിക്കട്ടെ, അപ്പ പപ്പായ്ക്ക് ആണത്തം ഉണ്ടെങ്കിൽ, പപ്പായ്ക്ക് പുരുഷത്വം ഉണ്ടെങ്കിൽ, പപ്പായ്ക്ക് ധൈര്യം ഉണ്ട് എന്നെ വെട്ടണം. ഇങ്ങനെ പറയുന്ന പോലെ ഉള്ളൂ. ദൈവം ഉണ്ടെങ്കിൽ ഇടിവാള് വെട്ടാൻ പറയുന്നേ. എടാ കൊച്ചനെ, അപ്പ നിന്റെ അപ്പന് ധൈര്യമില്ലാഞ്ഞിട്ടല്ല, നിന്റെ പപ്പായ്ക്ക് ആണത്തം ഇല്ലാഞ്ഞിട്ടല്ല, നിന്റെ പപ്പായ്ക്ക് ധൈര്യമില്ലാഞ്ഞിട്ടുമല്ല, നിന്റെ പപ്പ നിന്റെ പോലെ പിത്തശൂല പിടിച്ചവനല്ല നീ പറയുമ്പം ചാടി വെട്ട. പപ്പായ്ക്ക് ധൈര്യമുണ്ട്, ആണത്തമുണ്ട്. ഇതേ കുഞ്ഞ് കാല് കല്ലിൽ തട്ടിക്കിടന്നെന്ന് കരഞ്ഞാൽ ആ പപ്പയുടെ കര നീണ്ടു വരും എടുക്കുക. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലല്ലോ. വെല്ലുവിളിയിൽ ദൈവം ഇറങ്ങില്ല. പ്രായബാലന്മാരുടെ നെബൂഖദ്നേസറിന്റെ വെല്ലുവിളിയിലല്ല ദൈവം ഇറങ്ങിയത്, പ്രായബാലന്മാരുടെ നിലവിളിയിലാ. കരിക്കൂട്ടിലുള്ള ദൈവസഭയോട് ഞാൻ പറയാം, നമ്മൾ ഒന്നിച്ച് കരഞ്ഞാൽ സ്വർഗത്തിന് അവിടെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഒന്നുകൂടെ കരമടിച്ചേ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. പിന്നെ ഈ ഉച്ചഭാഷയുടെ ശബ്ദപരിധിയിൽ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി ഒരു കാര്യം ഞാൻ പറയാം, സ്നേഹിത, നീ ദൈവത്തെ വെല്ലുവിളിക്കരുത്. ദൈവത്തിന് നിന്നെ കൊല്ലണമെങ്കിൽ ഇടിവാളിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇടിവാളിൻ്റെ ആവശ്യമില്ല. ഭീമോനച്ചനെ ഇപ്പം കൊണ്ടുപോകാൻ ദൈവം പദ്ധതി ഇട്ടാൽ അടുത്ത വാക്ക് പുറത്ത് വരില്ല, ഇവിടെ വീഴും അല്ലേ? അതിന് ഇടിവാള് വല്ലതും വേണം. നമ്മൾ ഈ വായിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കാണുന്നില്ലേ? ഇന്നലെ കണ്ടത് ഒരു പെങ്കൊച്ച് അവിടെ ചേട്ടത്തിയുടെ വിവാഹത്തിന്, നിങ്ങളൊക്കെ കണ്ടു കാണും. നാളെ കല്യാണമാണ്, പെങ്കൊച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. സുന്ദരിയായ ഒരു പെങ്കുഞ്ഞ് ലൈവായി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. ഡാൻസിനിടയിൽ മൂക്കൂത്തി താഴെ വീണങ്ങ് തീർന്നു, കുഴഞ്ഞു വീണു. ആന്ധ്രയിലൊരു പാസ്റ്റർ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുക. ചെറുക്കനോട് ഉഭയസമ്മതം പറഞ്ഞു, പെണ്ണിനോട് ഉഭയസമ്മതം പറയാൻ തിരികെയും ആ മണവാളന്റെ മണവാട്ടിയുടെ മുമ്പിൽ വീണ് മരിച്ചു. അടുത്ത വാചകം പറഞ്ഞില്ല. ഒരു ചെറുപ്പക്കാരി TV റിപ്പോർട്ടർ ഇതുപോലെ
ലൈവായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പോവാ ലൈവായി. അടുത്ത വാചകം പറയുമ്പോൾ താഴെ വീണ് തീർന്നു. ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒന്നിച്ച് സന്തോഷത്തോടെ ഓരോ ഹോട്ടലിൽ പോകുന്നു. ഇതൊക്കെ നിങ്ങൾ കണ്ട കാഴ്ച ഞാൻ പറയാ. ഹോട്ടലിൽ ഫുഡ് ഓർഡർ ചെയ്തു, ഭക്ഷണം വന്നു. അതിലെ മെയിൻ ചെറുപ്പക്കാരൻ ആ ഭക്ഷണത്തിലോട്ട് മൂക്കുകുത്തി വീണ് തീർന്നു. ഒരു ബാങ്കിന്റെ ചീഫ് ഓഫീസർ സെന്റ് ഓഫ് മീറ്റിംഗ്, ആ മോളും വന്നിരിപ്പുണ്ട്. എല്ലാവരും നല്ല വാചകം പറഞ്ഞ് ഈ മനുഷ്യൻ നന്ദി പറയാൻ തുടങ്ങി. മൈക്കേലോട്ട് മൂക്കുത്തി വീണു. അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്. നാം ആകുന്ന ദൈവത്തിന്റെ കൃപയാലാണെന്ന് മറക്കരുത്. അടുത്ത സെക്കൻഡ് നമുക്കുള്ളതല്ല. ബൈബിൾ ഒരു വാക്യം ഞാൻ പല കൺവെൻഷനും പറയും. ആ വാക്യം എന്തെന്നറിയാമോ? ഹോവേ, ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. പാസ്റ്റർ ബി മോനച്ചൻ എന്ന ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കാണാതൊരു കരം എൻ്റെ ശ്വാസം അകത്തേക്ക് തള്ളുക. ഒരു തവണ ആ കരം എൻ്റെ ശ്വാസമൊക്കെ തള്ളിയില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പിടഞ്ഞു വീഴും. 100 ഡോക്ടർമാരിവിടെ ഉണ്ടെങ്കിലും അവർക്ക് എന്നെ സഹായിപ്പാൻ കഴിയില്ല. അതേ സഹോദര, നിന്റെ ശ്വാസം, സഹോദരി നിന്റെ ശ്വാസം, നിന്റെ മടിയിരിക്കുന്ന കുഞ്ഞിന്റെ ശ്വാസം പരിപാലിക്കുന്നൊരു കരമുണ്ട്. സ്വർഗത്തിലെ അപ്പച്ചന്റെ കരമാ. നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ നീ പോകുന്ന ഡോക്ടറുടെ നൽപ്പോ നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ വലിപ്പമോ കൊണ്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിന്റെ കരുണയാണെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചയോ. ഒരു ദിവസമെങ്കിലും ബലത്തോടിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കരുണയാണെന്ന് മറക്കരുത്. സത്യത്തെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കാൻ പേടിയാ, കണ്ടാ ഭയമാ. 18, 28, 30, 33 വയസ്സ് പ്രായമുള്ള ആരോഗ്യ ദീർഘാത്രരായ സൗന്ദര്യമുള്ള ചെറുപ്പക്കാർ ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും UK നിന്നൊക്കെ കുഴഞ്ഞു വീണ് തീരുക. ഭാവി നന്മാക്കാൻ പോയതാ. ഒന്ന് കണ്ടുകൊണ്ട് അഹങ്കരിക്കരുത്. ഒരു സെക്കൻഡ് ഇവിടെ ഇരിക്കുന്ന തമ്പുരാന്റെ കരുണയാ, മറക്കരുത്. അതാ ഇപ്പം പാടിയേ, കിട്ടിയ വീടും നിലമ്പുള്ളും കണ്ടിടുമുട്ടോരുടയവരും കൂടുവിട്ട് ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടും. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോണം. എനി ടൈം ഇവിടുന്ന് പോകും. ഞാൻ പറഞ്ഞു വന്ന മനസ്സിലായോ? എന്താവും പറഞ്ഞേ? ദൈവം ഉണ്ട് ഒരു ഇടിവാള് വെട്ടാൻ. ഈ ശബ്ദം എവിടൊക്കെ കേൾക്കുന്നു കേട്ടോ. ദൈവത്തിന് നിന്നെ കൊല്ലണമെങ്കിൽ ഇടിവാളിന്റെ ആവശ്യമില്ല. ഇനിയും ദൈവത്തിന് നിന്നെ കൊല്ലാൻ ഒരു മാധ്യമം ഉപയോഗിക്കണമെങ്കിൽ അതിന് ഇടിവാള് വേണ്ട, മിന്നൽ വേണ്ട. നിന്റെ കാൽച്ചുവട്ടിലൂടെ നീ കാണാതെ ഇഴഞ്ഞു നീങ്ങുന്നൊരു കുഞ്ഞുറുമ്പിനോട് കൽപ്പിച്ചാൽ മതി. ദൈവം കൽപ്പിക്കുന്ന ഉറുമ്പ് കടിച്ചാലും നീ തീരും. സ്തോത്രം പറഞ്ഞില്ല. ഞാൻ അബുദാബിയിൽ ഒരിക്കൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ വാർത്ത, ഉറുമ്പ് കടിയേറ്റൊരു മനുഷ്യൻ മരിച്ചു. കൂടെ എഴുതിയിരിക്കുന്നു, ഉറുമ്പ് കടിയേറ്റ് ഈ വർഷം മരിക്കുന്ന 18ാമത്തെ ആള്. കണ്ടോ, ഉറുമ്പ് കടിച്ചാലും മതി. നമ്മളിങ്ങനെ അടിച്ചു കൊല്ലുന്ന സാധനമല്ലേ കൊതുക്, വട്ടം ചുറ്റി നിൽക്കുന്നേ അല്ലേ? കൊതുകടിയേറ്റ് എത്ര പേര് മരിച്ചു, എത്ര മാരകസവും. യോനയുടെ പുസ്തകത്തിൽ അവൻ കൽപ്പിക്കുന്നു, മഹാമത്സ്യം വരുന്നു. അവൻ കൽപ്പിക്കുന്നു, കൊടുങ്കാറ്റടിക്കുന്നു. അവൻ കൽപ്പിക്കുന്നു. പറയാവോ? അടുത്ത് പറഞ്ഞാട്ട് എന്തോ വന്നു അവൻ കൽപ്പിച്ചപ്പോൾ? ആവണക്ക് കിളിർത്തു വന്നല്ല, ഒരാവണക്കിനെ അവൻ കൽപ്പിച്ചാക്കി. ഒരു വൻവൃക്ഷത്തെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം വിളിച്ചു വരുത്തി. അടുത്ത പദം എന്താ എഴുതിയിരിക്കുന്നറിയോ? അവൻ കൽപ്പിച്ചപ്പോൾ ഒരു പുഴു വന്നു. ഒരുമിച്ചെന്ന് പറഞ്ഞേ, എന്തോ വന്നു? ഒരു പുഴു, ഒരു കൊച്ചു പുഴു. ഈ കൊച്ചു പുഴു ഈ വൻവൃക്ഷത്തെ ഒറ്റ രാത്രി കൊണ്ട് വേരോടെ ഉണക്കി. നിന്നെ ഒരു വൻവൃക്ഷമാക്കി മാറ്റാൻ ദൈവത്തിന് ഒറ്റ രാത്രി മതി. നീ എത്ര വൻവൃക്ഷമാണെങ്കിലും നിന്നെ വേരോടെ ഉണക്കാൻ ദൈവത്തിന് ഒരു കൊച്ചു പുഴു മതി. ശക്തിയോടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ മരിക്കുന്നത് ജലദോഷപ്പനി വന്ന പോയപ്പം പുള്ളി അദ്ദേഹത്തെ ശവപ്പെട്ടിയുടെ 2 ദ്വാരം വിട്ട് കൈ പുറത്തിടാൻ പറഞ്ഞു. അല്ലയോ മഹാസമുദ്രമേ, നീ ഒരു കരയായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ പിടിച്ചടക്കുമെന്ന് പറഞ്ഞവൻ ഒന്നും കൊണ്ടുപോയില്ല. അവൻ പറഞ്ഞു, എൻ്റെ കൈ വെറുതെ പോന്ന് കാണട്ടെ. നഗ്നനായി വന്നു, നഗ്നനായി പോകുന്നു. അതുകൊണ്ട് ദൈവത്തെ വെല്ലുവിളിക്കൊന്നും വേണ്ട. നിന്നെ കൊല്ലാൻ ദൈവത്തിന് ഇടിവാളും വേണ്ട. നമ്മുടെ വിഷയത്തിൽ വരാം.
നിലവിളിയിൽ ദൈവം ഇറങ്ങി വരും, വെല്ലുവിളിയിൽ ദൈവം ഇറങ്ങി വരില്ല. ഒരു വെല്ലുവിളിച്ചു, നീ ക്രിസ്തുവെങ്കിൽ ഇപ്പോൾ ചാടി ഇറങ്ങ്. മറ്റവൻ നിലവിളിച്ച്, യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണേ. യേശുവിൻ്റെ മറുപടി എന്താ? രാജത്വം പ്രാപിച്ചു വരുമ്പോൾ ഓർക്കാമെന്നാണോ? ഓർക്കയെന്ന് പറ പ്രിയപ്പെട്ടവരെ, ആണോ? അല്ലെന്നൊന്ന് പറ. അല്ലോ? ആണോ? അടുത്ത വർഷം ഓർക്കാമെന്നാണോ? അടുത്ത ആഴ്ച ഓർക്കാമെന്നാണോ? അടുത്ത ദിവസം ഓർക്കാമെന്നാണോ? അല്ല, അല്ല, അല്ല. യേശുവിൻ്റെ മറുപടി, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അകൃത്യത്തിന്റെ അടിത്തട്ടിലേക്ക് കാണ്ടിറങ്ങിയ വ്യക്തിയാണെങ്കിലും അനുതാപത്തോടും മടങ്ങി വന്നാൽ നിമിഷം കൊണ്ട് രക്ഷിക്കുന്നവന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെള്ളയാക്കാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. ഞങ്ങൾക്ക് ഈ കൺവെൻഷന്റെ അവസാന രാത്രി പറയാനുള്ളത്, യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശുദ്ധീകരിപ്പാൻ കഴിയാത്ത ഒറ്റ പാപിയും ഇവിടെയില്ല, ഒരു പാവവുമില്ല. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകലവും പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഒന്നുകൂടെ കൈകൾ അടിച്ച ശക്തിയുടെ ദൈവത്തെ സ്തുതിച്ചേ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി കുരിശിൽ ചിതറിത്തെറിച്ച യേശുവിന്റെ രക്തത്തിന് രാത്രിയുടെ പാപം മോചിപ്പാൻ ശക്തിയുണ്ട്, രോഗം സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്, പൈശാചി ബന്ധനം വിടുവിപ്പാൻ ശക്തിയുണ്ട്. ആ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറയാം. അവൻ കിടക്കുന്ന യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു ചോദിച്ചു. മോനെ വായിച്ച 7-ാം വാക്യം രോഗി അവനോട് പറഞ്ഞു വായിച്ച് നമുക്ക് നിർത്താം. നിർത്തണമല്ലോ. 5-ന്റെ 7-ാം വാക്യം വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എല്ലാവരും നോക്കിയേ, എന്നെ നോക്കിയേ, കുഞ്ഞിനെ നോക്കില്ല. കൈകൾ ഉയർത്തിയോ ദൈവത്തെ സ്തുതിച്ചേ ശക്തിയോട്. കണ്ടില്ല വാക്കിയല്ലേ? കണ്ടു. യേശു ചോദിച്ചു, സൗഖ്യമാകാൻ നിനക്ക്? പറഞ്ഞാട്ട് ദിവസം സൗഖ്യമാകാൻ നിനക്ക്? ഉറക്കപ്പറ, സൗഖ്യമാകാൻ നിനക്ക്? അപ്പൊ രോഗി എന്താ പറഞ്ഞേ? എനിക്ക് ആരുമില്ലെന്ന്. സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നീ മനസ്സുണ്ടല്ലേ മനസ്സില്ലെന്ന് പറഞ്ഞാൽ മതി. ചക്കെന്ന് പറഞ്ഞാൽ കൊക്കെന്ന് അവന് തിരിയുന്നേ. യേശു ചോദിച്ചു സൗഖ്യമാകാൻ, അവൻ പറഞ്ഞു എനിക്ക് ആരും ഇല്ലെന്ന്. ഇനി എന്നെ നോക്കണം, ഇങ്ങോട്ട് നോക്കിയിരി. ഈ ബെഥസ്ദാ കുളക്കടലിൽ കിടന്നവന് സൗഖ്യമാകാൻ തടസ്സം ആളില്ലാത്തതായിരുന്നെങ്കിൽ കറിക്കാട്ടുകാർക്ക് പലർക്കും സൗഖ്യമാകാൻ തടസ്സം ആളുള്ളതാ. മനസ്സിലായില്ലേ? നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ്. രക്ഷിക്കപ്പെടണമെന്നുണ്ട്, സ്നാനപ്പെടണമെന്നുണ്ട്, വേർപെട്ട് ആരാധിക്കണമെന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഇന്നാരൊക്കെ ഇന്നിടത്തിനിടത്തൊക്കെ നിൽക്കുകയല്ലയോ? അവരെയൊക്കെ വിട്ട് എങ്ങനെ അടുത്ത് ചാടുന്നേ? ആളുള്ളതാ കുഴപ്പമില്ലേ? ആളുള്ളതാ കുഴപ്പം. കേട്ടോ, എല്ലാവരും മട്ടം മാറാൻ തുടങ്ങി. ഈ കാനവച്ചൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്തല്ലേ. കാനവച്ചൻ്റെ പ്രസംഗം കിട്ടണമെന്ന് കൈവക്കിയേ. അത്രയും പേരുണ്ടല്ലോ. ഈ കാനവച്ചൻ ഒരു വീട്ടിൽ ഒരു സഹോദരിയോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. കാനവച്ചൻ അപ്പോൾ സുവിശേഷം കേട്ടുകൊണ്ടിരുന്ന ആ സഹോദരി പറയാ, എന്നെ നോക്ക് പെട്ടെന്ന് നിർത്താം. ആ സഹോദരി പറഞ്ഞു, അച്ചോ സ്നാനപ്പെടണമെന്നുണ്ട്, പക്ഷേ എൻ്റെ വകയിലൊരു അച്ഛനുണ്ടെന്ന്. ആരോടാ പറയുന്നേ? ഇവിടെ ഉറങ്ങുവാണോ നിങ്ങൾ? കാനവച്ചൻ പറഞ്ഞു, എൻ്റെ സഹോദരി നിന്റെ വകയിലല്ലയോ അച്ഛനുള്ള, അച്ഛനായ ഞാൻ സ്നാനപ്പെട്ടല്ലോ. ഈ ബന്ധോ സ്വന്തോ ഒക്കെ ഇവിടെ വരുമെന്നറിയാമോ? ശവക്കുഴി വരെ. ഒപ്പത്തിനൊപ്പം ധനമുണ്ടെങ്കിൽ മാനമുണ്ടെങ്കിൽ ബന്ധവും സ്വന്തവും പറയാൻ ആൾ കാണും, അല്ലെ ആരും കാണില്ല. നമ്മുടെ ഒരു പ്രത്യേകത പറയാം, മലയാളികളുടെ ഈ ഉയർന്ന ബന്ധം വല്ല ഉണ്ട്, ഏച്ച് കെട്ടി അവിടെ വരെ കൊണ്ടുപോകും. അതായത് വകയിലൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ പറയും, അറിയാവോ ഇന്ന ഡോക്ടറെ, എൻ്റെ ഉപ്പാപ്പൻ്റെ കൊച്ചപ്പൻ്റെ ചിറ്റപ്പൻ്റെ മോൻ്റെ ഉപ്പാപ്പൻ്റെ മോൻ്റെ മോനൊരു ഡോക്ടറാ. പക്ഷെ സ്വന്തം ഉപ്പാപ്പൻ അവിടെ മാടക്കട നടന്നുണ്ട്, അത് മിണ്ടത്തില്ല. വകയിലൊരു അച്ഛനുണ്ട്, ഇന്ന അച്ഛനെ അറിയാമോ? ഞങ്ങളുടെ ചിറ്റപ്പൻ്റെ കൊച്ചപ്പൻ്റെ ചുറ്റപ്പൻ്റെ ഉപ്പാപ്പൻ്റെ ഉപ്പാപ്പൻ്റെ മോൻ്റെ മോനാ. സ്വന്തം ഉപ്പാപ്പൻ പെട്ടിക്കട നടത്തുന്നുണ്ട്, മിണ്ടത്തില്ല, കുറച്ചില്ല. പക്ഷെ ഈ വേദവസത്തിൽ ഒരു മനോഹര വാക്യമുണ്ട്, 1000 പ്രാവശ്യം പറഞ്ഞാലും മറുപടി വരാത്ത വാക്യം എന്നറിയാമോ? നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനേ. അയ്യോ കറിക്കാട്ടുകാരെ ഒന്ന് കൈ ഉയർത്തി ഒന്ന് പറ, നമ്മുടെ താഴ്ച നമ്മെ ഓർത്തവനേ. കൈ ഒന്ന് അടിച്ച് സ്തോത്രം പറഞ്ഞോണ്ട് പറയാം, നമ്മുടെ താഴ്ച നമ്മെ ഓർത്തവനേ. നീ താഴ്ചയില്ലെങ്കിൽ, നിന്റെ കുടുംബം താഴ്ചയില്ലെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങൾ താഴ്ചയില്ലെങ്കിൽ ആരും നിന്നെ ഓർക്കില്ല. എന്നാൽ നമ്മുടെ താഴ്ച നമ്മെ ഓർക്കുന്നവനും നമ്മെ ഉയർത്തുന്നവനും ഒരുവനുണ്ട്. ഒപ്പത്തിന് ധനവും സ്റ്റാറ്റസും അന്തേ ബന്ധം പറയും കേട്ടോ.
ഞങ്ങളൊക്കെ ഇതൊക്കെ ഒത്തിരി അനുഭവിച്ചവരാ. നീ ബന്ധവും സ്വന്തവും ഒന്നും നോക്കി നിൽക്കരുത്. ഏത് നിമിഷവും മരണം അറസ്റ്റ് ചെയ്യും. ഇവിടുന്ന് പോയവരൊക്കെ ഇന്ന് പോകുന്നും പറഞ്ഞ് ഇറങ്ങിയവരല്ല. ഒരു ദിവസം മുമ്പേ ദൈവകൽപ്പന അനുസരിക്കാൻ കൃപ കിട്ടിയാൽ ഭാഗ്യമാണ്. എനിക്കിവിടെ വന്നിക്കാൻ ദൈവം കൃപ നൽകി. 2021 ജനുവരി മാസം 24-ാം തീയതി കാർഡിയാക് അറസ്റ്റിന്റെ രൂപത്തിൽ മരണം എന്നെ സന്ധിക്കാൻ വന്നതാണ്. വൈദ്യശാസ്ത്രം കൈമലർത്തി ഡോക്ടർമാരും ഒക്കെ വിധി എഴുതി. ലോകമെങ്ങുമുള്ള ദൈവമക്കൾ പ്രാർത്ഥിച്ചു. എന്നാൽ ഞാൻ എപ്പോഴും പറയും, സ്വർഗത്തിലെ തമ്പുരാൻ തൻ്റെ പ്രോഗ്രാം ഡയറിൽ എഴുതി വെച്ചിരുന്നു. ഏതാ 2025 വെപ്പുരുവനെ ആസിന്ന് എത്ര മോനെ 15-ാം തീയതി ബി മോനച്ചൻ കറിക്കാട്ടൂർ കൺവെൻഷനിൽ നിൽക്കണമെന്ന തമ്പുരാൻ എഴുതി വെച്ചു. ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ 1000 കൂടെ പറയാം, നിന്നെക്കുറിച്ചുള്ള പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. കരമടിച്ച ശക്തിയോടെ സ്തോത്രം പറഞ്ഞു പറ, ദുഷ്ട പിശാചെ, എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. അതുകൊണ്ട് മാനസാന്തരപ്പെട്ടോണം. അതിനുശേഷം എനിക്ക് വീര്യം കൂടി. ഉള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ പോവും. ബന്ധവും സ്വന്തം വരെ എവിടെ വരെ വരുമെന്നറിയാമോ? ശവക്കുഴി വരെ. ഞാൻ ഒത്തിരി ശവടക്കം, ഞാനൊരു സെൻട്രൽ പാസ്റ്ററുടെയാണ്, ഡിസ്ട്രിക്ട് പാസ്റ്ററായ ഒത്തിരി ശവടക്കം നടത്താം. ഒത്തിരി ഡെഡ് ബോഡി അടക്കാറുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. എനിക്ക് അസൗകര്യ നിമിത്തം ഞാൻ പോയില്ല, വേറൊരാളെ ഏൽപ്പിച്ചു. അതായത് ഈ ഡെഡ് ബോഡി സെമിത്തേരി കൊണ്ട് അടക്കിയിട്ട് ഇറങ്ങുമ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കും. അതായത് നീ മരിക്കുമ്പോൾ എന്നെ ഇട്ടേച്ചു പോകല്ലേ എന്ന് പറഞ്ഞ് തന്നെത്താൻ ഇടിച്ച് കരയുന്നവൻ നിന്നെ അവിടെ ഇട്ടിട്ട് പോരും. അവസാനം മണ്ണുമെട്ടി മൂടാൻ കുഴിമുടം മൂടുന്നവനെ കാണൂ. സ്ലാവ് പിടിച്ചിടാൻ കൂലിക്ക് വിളിച്ചവനെ കാണൂ. ഞാൻ തിരിഞ്ഞു നോക്കും, കുറെ പൂക്കൾ കാണും. ആ രാത്രി നീ അവിടെ ഏകനായിരിക്കും. ആ രാത്രി പെയ്യുന്ന മഴ നിന്റെ കുഴിമാടത്തിലേക്ക് പെയ്തിറങ്ങി നിന്റെ ദേഹത്തേക്ക് വീഴും. അങ്ങനെ കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നു പോകും. കൂട്ടുകാർ കൈയടിച്ചിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നു പോകും. കൈയടിച്ചേ. മരണത്തിൻ കൂരിരുൾ താഴ്വരാ കഴിവോളോളം പിരിയാതൻ കൂടവേ പാർത്തിയും. കൈയടിച്ചേ. മരണത്തിൻ കൂരിരുൾ താഴ്വരാ കഴിവോളോളം പിരിയാതൻ കൂടവേ പാർത്തിടും. നിത്യമാ സ്നേഹത്തിനാഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാ. നിത്യമാം സ്നേഹത്തിനാഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരി നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ വസിപ്പതീന. ഇഷ്ടരി നിന്നെല്ലാം തിരഞ്ഞെടുത്തോ നിന്നെ ശുദ്ധരോടൊത്തു വസിപ്പതീന. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എന്റെ നിത്യാവകാശമായി. ഓ പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എന്റെ നിത്യാവകാശമേ. 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 ഓ ഈ ഭൂമിയിൽ മാത്രമോ നിത്യായുഗങ്ങളിലും എൻ പ്രേമ കാന്തനായി നീ വന്നിടുമേ. ഈ ഭൂമിയിൽ മാത്രമോ നിത്യായുഗങ്ങളിലും എൻ പ്രേമ കാന്തനായി നീ വന്നിടുമേ. നിത്യ
നിത്യമാ സ്നേഹത്തിനാഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാ. നിത്യമാ സ്നേഹത്തിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതീനാ. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതീനാ. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നുപോകും. മരണത്തിൻ കൂരിൽ താഴ്വിട കഴിഞ്ഞാലും കൂടെ വരുന്നവൻ യേശു മാത്രമാണ്. കൈ ഉയർത്തിയ ശക്തിയോട് സ്തോത്രം പറയൂ. മനസ്സ് വെച്ചാൽ വിടുതല. ഞാൻ ഈ മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് എൻ്റെ ആഴവും എൻ്റെ ഒന്നുമില്ലായ്മയെക്കുറിച്ച് ഉദാഹരണം പറഞ്ഞിട്ട് നിങ്ങൾ കൂടി പ്രാർത്ഥന നിർത്താം. ഒന്നൊരു കഥയാണ്, ഒന്നൊരു സംഭവമാണ്. എൻ്റെ മുഖത്തോട് നോക്കിയിരുന്നിട്ട് ഒന്ന് കഥ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓടയിൽ നിന്നെന്ന് പറഞ്ഞൊരു കഥയുണ്ട് പണ്ട്. അതേ ഒരു സൈക്കിൾ റിക്ഷക്കാരൻ, പാവപ്പെട്ടവൻ സൈക്കിൾ റിക്ഷ നടത്തുകയാണ്, ചവിട്ട്. പണ്ടൊക്കെ നമ്മുടെ പ്രായമുള്ളവരൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രാത്രി ഇടിയും മഴയുമുള്ള രാത്രിയിൽ സൈക്കിൾ റിക്ഷ ചവിട്ടി വരുമ്പോൾ ഓടയിൽ കിടന്ന് ഒരു കുഞ്ഞ് കരയുന്നു. ഒരു പെറ്റമ്മ പ്രസവിച്ച ഉടനെ ഇട്ടിട്ട് പോയതാണ്. ആ കുഞ്ഞിനെ അയാൾ എടുത്തുകൊണ്ട് പോയി. ഇന്നത്തെ പോലെ പ്രശ്നമൊന്നുമില്ല. അന്ന് അയാൾ വളർത്തി, അയാളുടെ മകളായി മിടുക്കിയാക്കി വളർത്തി. അവൾ കോളേജ് വിദ്യാഭ്യാസമെത്തി. അന്ന് രാവിലെ അവൾ കോളേജിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു, പപ്പാ എനിക്കിന്ന് ഫീസ് കൊടുക്കണം. അയാൾ എന്നെ നോക്കി, പൈസ ഇല്ല. മോനെ പോകണ്ട, ഇവിടെ നിന്നു, നീ വാ, ഓടി ഇവിടെ നിന്നു തീരുക. പൈസയില്ല. അയാൾ രാവിലെ സൈക്കിൾ റിക്ഷയുമായി പോയി. ഒരു ബനിയനും ഒരു കയ്യിലേക്ക് കൊടുത്ത് സൈക്കിൾ റിക്ഷ ആഞ്ഞ് ചവിട്ടി. അന്ന് ഫീസൊക്കെ സംഘടിപ്പിച്ച് വേർത്ത് കീറി കോളേജിൽ ചെന്നു. അപ്പോൾ ഈ പെൺകുട്ടി മറ്റു കൂട്ടുകാരുടെ നടുവിലിരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇയാൾ സമ്പാദിച്ച ആ പൈസ, കഷ്ടപ്പെട്ട ആ പൈസ ഒന്നിച്ചു കൂട്ടി മോളെ കൊടുത്ത്, മോളെ ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. ഈ വേർത്ത് വന്ന മനുഷ്യൻ, കോലം കെട്ട മനുഷ്യൻ, എല്ലുന്തിയ മനുഷ്യൻ, കവളുട്ടിയ മനുഷ്യൻ, കണ്ണുകുഴിഞ്ഞ മനുഷ്യൻ പൈസ കൊടുത്ത് തിരികെ പോകുമ്പം കൂട്ടുകാരികൾ അവളോട് ചോദിച്ചു, വന്നത് ആരാന്ന്? ആ വന്നത് ആരാന്ന്? ഉടനെ അവൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരനാണെന്ന്. അവിടെ അപ്പനാന്ന് പറയാൻ അവൾക്ക് ആക്ഷേപമായിരുന്നു. ഇനിയും പറയുന്നൊരു സംഭവമാണ്, കഥയല്ല. ഇതുപോലൊരു പെങ്കൊച്ച് രാവിലെ കോളേജിൽ പോകുമ്പോൾ ഭക്ഷണം കൊണ്ടുപോയില്ല. വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. അമ്മയ്ക്ക് മോള് വിശന്നിരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അമ്മ ഭക്ഷണമൊക്കെ റെഡിയാക്കി കോളേജിലേക്ക് ചെന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ മറ്റേ പെൺകുട്ടിയെപ്പോലെ ഇവളും കൂട്ടുകാരുടെ നടുവിൽ നിന്ന് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചെല്ലുന്നത്. ഈ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അമ്മയുടെ ഒരു വശം മുഖം പൊള്ളലേറ്റതാണ്, വിരൂപമാക്കപ്പെട്ടതാണ്. പൊള്ളലേറ്റ മുഖമാണ്. ഈ അമ്മ അവിടെ ചെന്ന് ഭക്ഷണം കൊടുത്ത് മടങ്ങുമ്പോൾ ഇവിടെ കൂട്ടുകാരികളും ചോദിച്ചു, വന്നത് ആരാടിയെന്ന്. മുഖത്ത് പൊള്ളലുള്ള അമ്മയാണെന്ന് പറയാൻ അവൾക്ക് ആക്ഷേപം. അവളും പറഞ്ഞു, എന്തോ പറഞ്ഞു, ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാണ്. ആ അമ്മ അത് കേട്ടു. അന്ന് വൈകിട്ട് ഈ മോള് വീട്ടിൽ വന്നപ്പോൾ ആ അമ്മ പെറ്റതള്ള പറഞ്ഞു, മോളെ ഞാൻ നിനക്ക് ഭക്ഷണം തരാൻ വന്നപ്പോൾ നിന്റെ കൂട്ടുകാരികൾ ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിന്റെ വേലക്കാരിയാന്ന് പറയുന്നു. ഞാൻ കേട്ടു. ശരിയാണ്, എനിക്ക് നിന്റെ അത്രയും സൗന്ദര്യമില്ല. പക്ഷേ മോളെ, ഞാൻ വിരൂപയാകാനും നീ സുന്ദരിയായിരിക്കാനും ഒരു കാരണമുണ്ട്. നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല, നീ അറിയണം. പണ്ട് നമ്മുടെ വീടൊരു കുഞ്ഞ് കുടിലായിരുന്നു. നിന്നെ ഒരു തുണിത്തൊട്ടിലിൽ ഉറക്കിക്കിടത്തിയിട്ട് അങ്ങേ അയ്യത്ത് ദൂരെ വെള്ളം കോരാൻ ഞാൻ പോയി. പക്ഷെ നമ്മുടെ അടുപ്പിൽ നിന്ന് എങ്ങനെയോ തീ പടർന്ന് നമ്മുടെ കുടിലിനെ വിഴുങ്ങുവാൻ തുടങ്ങി. ഞാൻ വരുമ്പോൾ കാണുന്ന ആളിക്കത്തുന്ന തീയാണ്. നമ്മുടെ നാട്ടുകാർ മുഴുവൻ അവിടെ കൂടിയിട്ടുണ്ട്. പക്ഷെ അവരാരും അകത്തേക്ക് കയറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ദേഹത്തെയോ ജീവനെയോ ഓർക്കാതെ ഞാൻ കുടിലേക്ക് പാഞ്ഞു വന്നു. തൊട്ടിൽ കിടന്ന് നിന്നെ എൻ്റെ മാറോട് ചേർത്തെടുത്തു. തീയുടെ മണമേശ നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവന്നു. അപ്പോഴേക്കും എൻ്റെ ദേഹത്ത് തീ പിടിച്ചു, എൻ്റെ വസ്ത്രം തീ പിടിച്ചു, ഞാൻ പൊള്ളലേറ്റു. ചില ആഴ്ചകൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു, ഞാൻ രക്ഷപ്പെട്ടു. മോളെ, നീ സുന്ദരിയേഴിപ്പാൻ കാരണം
ഞാൻ നിനക്ക് വേണ്ടി വിരൂപയായതുകൊണ്ടാണ്. എൻ്റെ വിരൂപതയാണ് നിൻ്റെ സൗന്ദര്യം. ഞാൻ അതിനകത്തൊരു കാര്യം ഇവിടുത്തെ ചെറുപ്പക്കാരോട് പറയാം കേട്ടോ. പല ചെറുപ്പക്കാരും ഇച്ചിരി വളർന്നു കഴിഞ്ഞാൽ അപ്പനോട് ചോദിക്കും, താൻ എനിക്ക് എന്ത് ചെയ്തെന്ന്. ചില അമ്മമാരോട് ചോദിക്കും, നിങ്ങൾ എനിക്ക് എന്ത് തന്ന് തള്ളയെന്ന്. നിന്റെ തള്ള നിനക്ക് തന്നത് ജീവരക്തവാ. ഓരോ ഡെലിവറിയും ഓരോ മരണങ്ങളാണ്. ഒരപ്പൻ്റെ വില നീ അറിയണമെങ്കിൽ നീ ഒരപ്പനാകണം. ഒരമ്മയുടെ വില നീ അറിയണമെങ്കിൽ നീ ഒരമ്മയാകണം. ആ അമ്മ പറഞ്ഞു, മോളെ, ഞാൻ വിരൂപയായതുകൊണ്ടാ നീ സുന്ദരനായിരിക്കും. നിന്റെ അപ്പനും അമ്മയും എങ്ങനെ വളർത്തിയെന്ന് ഓർക്കണം കേട്ടോ. അവരുടുക്കാതെ നിന്നെ ഉടുപ്പിച്ചു, അവർ കഴിക്കാതെ നിന്നെ കഴിപ്പിച്ചു. ഈയിടെ ഞാനൊരു കഥ വായിച്ചു. സംഭവം അമ്മ പറഞ്ഞ കള്ളങ്ങൾ. എന്തോ അമ്മ പറഞ്ഞ കള്ളം. എല്ലാവർക്കും ഉള്ള വറ്റ് വിളമ്പി തന്ന ശേഷം അമ്മ പട്ടിണി കിടന്നപ്പോൾ അമ്മ കഴിക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് വിശപ്പില്ലെന്ന്. ഉള്ള തലയണ മക്കൾക്ക് നൽകി തലയണയില്ലാതെ അമ്മ കിടന്നപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് തലയണ വെക്കുന്ന ഇഷ്ടമല്ലെന്ന്. മനസ്സിലാകുന്നോ? എൻ്റെ വിഷയം അതല്ല. നീ ഇന്ന് സുന്ദരനാകാൻ കാരണം നിനക്ക് വേണ്ടി അമ്മ വിരൂപമായി. ഞാൻ എന്തിനാ ഇത് പറഞ്ഞറിയാമോ? കാൽവറി കുരിശിൽ ഒരുവൻ നമുക്ക് വേണ്ടി വിരൂപനായി. നമ്മൾ സുന്ദരനാകാൻ അവൻ വിരൂപനായി. കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറയാൻ കഴിയുമോ? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി കുലമരത്തിൽ കണ്ടാൽ ആളും തോന്നും ആരുവിരുവനായി, കൈകാലുകൾ കാരരും പാണികളാൽ കുത്തിത്തുളയ്ക്കപ്പെട്ടവനായി, കന്നത്തടികളേറ്റവനായി, കൽപ്പുവെള്ളം കുടിച്ചവനായി, മനുഷ്യവർഗത്തിൻ്റെ പാപശാപ രോഗദുരിതങ്ങൾ സ്വന്തം ശിരസ്സുമേൽ വഹിച്ചുകൊണ്ട് യേശു ക്രൂശിൽ പിടഞ്ഞു മരിച്ചു. അവൻ്റെ മുഖത്തവർ കാർക്കിച്ചു തുപ്പി. അവൻ്റെ മുഖത്തു നിന്നവർ രോമകൂപങ്ങൾ പിഴുതെടുത്തു. സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്ന മുഖമുള്ള നസ്രയനായ യേശുവിൻ്റെ മുഖത്തു നിന്ന് മനുഷ്യക്കീടങ്ങൾ രോമകൂപങ്ങൾ പിഴുതെടുത്തു. അവൻ്റെ മുഖം വീര് വന്ന് വീർത്തു, പീവത്സമായി. ആ മുഖത്തേക്ക് മനുഷ്യക്കീടങ്ങൾ കാർക്കിച്ചു തുപ്പി. അവൻ്റെ കണ്ണിലും മൂക്കിലും വായിലും മനുഷ്യരുടെ കഫം തളം കെട്ടിക്കിടക്കുന്നു. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചു. അവൻ്റെ തലയോടുകൾ പൊട്ടി തലച്ചോറിലേക്ക് മുൾക്കിരീടം ആഞ്ഞിറങ്ങി. അവൻ്റെ കണ്ണുകൾ നനച്ചുകൊണ്ട് രക്തം താഴേക്കൊഴുകി. സഹോദര സഹോദരി, നിന്റെ കണ്ണിൽ ഒരു തുള്ളി രക്തം വീണാൽ എത്ര വലിയ നീറ്റലാണ്. യേശുവിൻ്റെ കണ്ണ് നനച്ച് രക്തം ഒഴുകിയപ്പോഴും അവനത് കൈയെടുത്ത് തുടയ്ക്കാൻ കഴിഞ്ഞില്ല. യേശു നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. എൻ പേർക്ക് യേശു മാരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ പേർക്ക് യേശു മാരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. യേശു അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, എനിക്ക് ആരുമില്ല. യേശു പറഞ്ഞു, കിടക്കെടുത്ത് നടക്കാം. യേശു പറഞ്ഞു മാത്രയിൽ വിടുതൽ വ്യാപരിച്ചു, സൗഖ്യം വ്യാപരിച്ചു. അവൻ എഴുന്നേറ്റ് നടന്നു. അടുത്ത വാക്യത്തിൽ കാണുന്നത് പറയാൻ നേരമില്ല. യേശു പിന്നെ അവനെ കണ്ട ദേവാലയത്തിലാണ്. 2ാം വാക്യം നമ്മൾ വായിച്ചാൽ അവൻ കിടന്നത് കുരുടൻ്റെ കൂടെ, മുടന്തൻ്റെ കൂടെ, പക്ഷപാതക്കാരൻ്റെ കൂടെ, ക്ഷയരോഗിയുടെ കൂടെ. ഇങ്ങനെ വലിയ കൂട്ടം ആളുകളെല്ലാം വലിയ കൂട്ടം നോക്കുന്നവരാ. പക്ഷെ കൂടെ കിടക്കുന്ന ആരാണ് നോക്കണം? ക്ഷയരോഗികൾ, മുടന്തർ. അങ്ങനെ വലിയ കൂട്ടത്തിൽ കിടന്നു. പക്ഷെ യേശു സൗഖ്യമാക്കിയവൻ പിന്നെ മുടന്തൻ്റെ കൂടെ കിടന്നില്ല, പിന്നെ ക്ഷയരോഗിയുടെ കിടന്നില്ല. വിടുതൽ ലഭിച്ചവൻ വിടുതൽ ലഭിച്ചോടൊപ്പം ദൈവത്തെ ആരാധിക്കണം. കൃപ ലഭിച്ച മറിയ കൃപ ലഭിച്ച എലിസബത്തിനെ തേടിപ്പോയതുപോലെ അവനവിടെ ആരാധിക്കുകയാണ്. മനസ്സ് വെക്കുന്ന മാത്രം വിടുതൽ. ഈ രാത്രി മനസ്സുണ്ടോ? കർത്താവ് വിടുവിക്കും, സൗഖ്യമാക്കും, നിന്റെ തലമുറ രക്ഷിക്കും. പക്ഷെ നീ മനസ്സ് വെക്കണം. എല്ലാവർക്കും എഴുന്നേൽക്കാം, ആരും ഇവിടുന്ന് പോകരുത്. എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിൽക്കാം. 38 വർഷമായി ബെഥസ്ദാ കുളക്കടവിൽ നിൽക്കുന്ന രോഗിയെ തേടിയെത്തിയ യേശു, പട്ടണത്തിലേക്കും പാപിനിയായ സ്ത്രീയെ തേടി അവിടെ എത്തിയ യേശു, സുഖാർ എന്ന പട്ടണത്തിലെത്തിയ യേശു, ഗദദേശത്തെ പൂദരസനെ തേടി അവിടെ എത്തിയ യേശു ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. നിന്നെ വിടുവിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ, നിന്റെ കുടുംബത്തെ ഉദ്ധരിപ്പാൻ
നിന്റെ തലമുറ വിടിവിപ്പാൻ അവന് മനസ്സുണ്ട്. എന്നാൽ നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെ വിടിവിക്കും. ഒരു കൈ നെഞ്ചോടി ചേർത്ത് പിടിച്ചാട്ട് മറുകര സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി പിടിച്ചേ. ഇമ്മാനുവേൽ നിന്നൊഴുകും രക്തം, ഇമ്മാനുവേൽ തൻ സംഗതിൽ നിന്നൊഴുകും രക്തം, പാപകര നീങ്ങുമാതിൽ ഓങ്ങി തീർന്ന ആരും, പാപകര നീങ്ങുമാതിൽ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ചേർന്ന ആരും എൻ പേർക്കേശു മാരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ പേർക്കേശു മാരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. എല്ലാ കാര്യങ്ങളും താഴ്ത്തിയിട്ടാണ് എനിക്ക് പേർക്ക് യേശു, എൻ പേർക്ക് യേശു മരിച്ചു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാവം പോക്കി ശുദ്ധീകരിക്കും. ഈ രാത്രി രക്ഷിക്കുന്ന യേശു ഇവിടെ ഉണ്ട്, വിടുവിക്കുന്ന യേശു ഇവിടെ ഉണ്ട്, സൗഖ്യമാക്കുന്ന യേശു ഇവിടെ ഉണ്ട്. യേശുവിന്റെ അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം രോഗശാന്തിയല്ല, ഭൂതശാന്തിയല്ല, പാപശാന്തിയാണ്. ആദ്യം പ്രാപിക്കേണ്ടത് പാപശാന്തിയാണ്. യേശുവേ, നീ എന്നെ കഴുകണമേ, നീ എന്നെ വിശുദ്ധീകരിക്കണമേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? ഒന്നിച്ചൊന്ന് യേശുവേ എന്ന് വിളിച്ചാട്ട്, എല്ലാവരും ചേർന്ന് വിളിച്ചാട്ട്, യേശുവേ എന്നെ വിടുവിക്കണമേ, എന്നെ കഴുകണമേ, നമ്മുടെ രക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാവം പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ആ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. കർത്താവിന്റെ കരം നിങ്ങളെ തൊടുന്ന രാത്രിയാണ്. കർത്താവേ, സൗഖ്യപിതാവേ, ആഴമേറിയ സമർപ്പണത്തോട് ഉയർത്തപ്പെടുന്ന കരങ്ങൾക്കായി ഞാൻ സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രന്റെ സകല പാവം പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ്. നിങ്ങൾക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ചിതറിത്തെറിച്ച യേശുവിന്റെ രക്തത്തിന് ഞങ്ങളുടെ പാപം മോചിപ്പാൻ ശക്തിയുണ്ട്. ആ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ ഇവിടെ വ്യാപരിക്കട്ടെ. കർത്താവേ, നിന്റെ കരം നിന്റെ മക്കളെ തൊടണമേ, ഒരിക്കൽ കൂടെ ഞങ്ങളെ കഴുകണമേ, ഒരിക്കൽ കൂടെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വരവിനായി ഞങ്ങൾ ഒരുക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളിൽ വ്യാപരിക്കട്ടെ. നിന്റെ കരം ഞങ്ങളെ തൊടുന്നോർത്ത് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവരും കൈ ഒന്നുയർത്തിയ ശക്തിയോടെ ആട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്. കരങ്ങൾ താഴ്ത്തിയിടാം. എല്ലാ കണ്ണും അടച്ചിരുന്നാട്ട്. ആരും കണ്ണു തുറന്ന് നോക്കരുത്. എല്ലാവരും കണ്ണടച്ചാട്ട്. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്തവനെ മാറ്റം കഴിത്താൻ കഴിവുള്ള യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു കുടിയനാണോ, മദ്യപാനിയാണോ, ഒടുവിപ്പാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ മകൻ ഒരു മദ്യപാനിയാണോ, ഒടുവിപ്പാൻ യേശുവിന് കഴിയും. സമാധാനം നിങ്ങളുടെ വീട്ടിലില്ലയോ, യേശുവിന് സ്വസ്ഥത തരുവാൻ കഴിയും. യേശുവിനേ കഴിയൂ. അവൻ്റെ കരം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിപ്പാൻ പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ശ്രദ്ധിച്ചു കേട്ടാണ്. ഞാൻ രോഗിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കും. അതിനു മുമ്പ് ഒരു ചോദ്യം. നിങ്ങൾക്കൊരവസരം തന്നില്ലെന്ന് ഞാൻ വരരുത്. ശ്രദ്ധിച്ചു കേൾക്കൂ. ഇവിടെ വന്നിരിക്കുന്ന ഏറിയ പങ്ക് രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. രക്ഷിക്കപ്പെട്ടവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ നിമജ്ഞന സ്നാനം സ്വീകരിക്കണം. യേശു 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടു. യേശു സ്നാനപ്പെട്ട നിന്നേക്കാൾ പാപിയായിട്ടല്ല, നീ അനുഗമിപ്പാൻ നല്ലൊരു മാതൃക കാണിക്കുകയായിരുന്നു. ഈ രാത്രി നിങ്ങൾ സ്നാനപ്പെടാൻ വേണ്ടിയല്ല, എൻ്റെ മരണത്തിന് മുമ്പ് അല്ല യേശുവിൻ്റെ വരവിന് മുമ്പ് ദൈവം ഒരവസരം എനിക്ക് തന്നാൽ ഞാൻ യേശുവിനെ ജലത്തിൽ സാക്ഷിക്കും. ഞാൻ യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കും. തടസ്സം മാറാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കണ്ണടച്ച്. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ നിമജ്ഞന സ്നാനം സ്വീകരിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 2025 വേണ്ടി പ്ലാനും പദ്ധതിയും തയ്യാറാക്കി പലർക്കും 2024 അവസാനം കാണാൻ കഴിഞ്ഞില്ല. ദൈവം നിങ്ങളുടെ ആയുസ് ദീർഘമാക്കി ഈ ഗ്രൗണ്ടിൽ നിങ്ങളെ കൊണ്ടുവന്നു. നിങ്ങൾ വന്നതല്ല, ദൈവം കൊണ്ടുവന്നു. എനിക്ക് ദൈവകൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ട്. എൻ്റെ മരണത്തിന് മുമ്പ് അല്ല, എൻ്റെ യേശുവിൻ്റെ വരവ് മുമ്പ് ദൈവം ഒരവസരം നൽകിയാൽ ഞാൻ യേശുവിൻ പൈതലായി ജീവിക്കും. എൻ്റെ കൽപ്പന അനുസരിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തടസ്സം മാറാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്
രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തിപ്പിടിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്നായി കൈ ഉയർത്തിപ്പിടിക്കണം. ആ കരങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. നന്നായി, ചെറുപ്പക്കാരോ പ്രായമായവരോ യേശുവിനെ ചേരാൻ ആഗ്രഹിക്കുന്നവർ, സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ നന്നായി കൈ ഉയർത്തിപ്പിടിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഇന്ന് രാത്രി സന്തോഷിക്കുന്നു. അനേക കരവോട് നന്നായി കരം ഉയർത്തു. കാൽവറി കുരിശിൽ നിനക്ക് വേണ്ടി അവൻ കൈകൾ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ സ്വീകരിപ്പാൻ നിന്റെ കൈ ഉയരില്ലേ? ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ടായിട്ടും കഴിയാത്തവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറാൻ ഞാൻ കൽപ്പിക്കുന്നു. അങ്ങ് ജലത്തിൽ സാക്ഷിച്ച് വേർപാണ്ട് വിശുദ്ധിയിൽ അങ്ങ് ആർദിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൃപ നൽകണം. നിന്റെ കരവരെ തൊടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ താട്ടിയിടാം. ഞാൻ രോഗിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗസൗഖ്യം ആവശ്യമുള്ളവർ കരമുയർത്തിപ്പിടിക്കാം. കടഭാരത്തിൽ വിടുതൽ ആഗ്രഹിക്കുന്നവർ കരമുയർത്തിപ്പിടിക്കാം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യമുള്ള കരമുയർത്താം. നിങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ മാനസാന്തരം ആവശ്യമുണ്ടെങ്കിൽ ഈ രാത്രി അവനായിരിക്കുന്ന ദൈവകരം തൊടും. നിങ്ങൾക്ക് നിങ്ങളാൽ ഉപേക്ഷിപ്പാൻ കഴിയാത്ത ഏത് ദുശീലത്തിൽ നിന്നും നിങ്ങളെ വിടുവിപ്പാനുള്ള യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നന്നായി കൈ ഉയർത്തിപ്പിടിക്കൂ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കരങ്ങൾ ഉയർത്തിയ നിന്റെ കുഞ്ഞുങ്ങളുടെ വേദന, നിന്റെ കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാട്, കർത്താവേ, രോഗം, ദുഃഖം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അങ്ങക്കറിയാം. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ അഴിക്കപ്പെടുമെന്ന് നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗാത്മാവെ വിട്ടുമാറുക, ദോഷ്ടാത്മാവെ വിട്ടുമാറുക, അന്ധകാര വ്യാപാരമേ വിട്ടുമാറുക. ഈ ജനം സ്വതന്ത്രരാകട്ടെ. നിന്റെ കരമരെ തൊട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ